വെൽക്കം ടു സെൻറ്റേഴ്സ് ഇലക്ട്രിക്കൽ. എൻ്റെ പേര് ഭരത്. സർക്യൂട്ട് തിയറി എടുക്കുന്നത് ഞാനാണ്. ഓക്കെ, സോ സർക്യൂട്ട് തിയറി നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സാംസിന്, എക്സ്പെഷ്യലി നമ്മുടെ PSC അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരിക നമ്മുടെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് തിയറി ഭാഗത്തു നിന്നായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വളരെ അഭിവാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഈ സർക്യൂട്ട് തിയറി എന്ന് പറയുന്ന പോർഷൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ബേസിക് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലാതെ ഹയർ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് വരുന്നുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, സോ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ സർക്യൂട്ട് തിയറിയിലെ ഫസ്റ്റ് സെക്ഷനായിട്ട് നമുക്ക് വരുന്നത് ഫണ്ടമെൻറ്റൽസ് ആണ്. ഫണ്ടമെൻറ്റൽസ് നമുക്ക് DC ഫണ്ടമെൻറ്റൽസും ഉണ്ട്, AC ഫണ്ടമെൻറ്റൽസും ഉണ്ട്. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ടറി ആയിട്ട് നമുക്ക് വരുന്നത് DC ഫണ്ടമെൻറ്റൽസ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, DC എന്ന് പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഡയറക്റ്റ് കറണ്ട് എന്നാണ്. ഓക്കെ, AC എന്നുള്ളത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ്. ഡയറക്റ്റ് കറണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, യൂണി ഡയറക്ഷനിലായിരിക്കും നമ്മുടെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലായിരിക്കും, അതിൻ്റെ ഫ്ലോയ്ക്ക് ഡയറക്ഷൻ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് യൂണി ഡയറക്ഷണൽ ഫ്ലോ അല്ല, അതിൻ്റെ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് ഡയറക്ഷൻ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് വീണ്ടും DC വരാം. DCയിലെ ബേസിക് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഓക്കെ, സോ ചാർജ് നമ്മുടെ അടുത്ത ടോപ്പിക്. ചാർജ് എന്താണ് ചാർജ്? നമ്മൾ നേരത്തെ ഇലക്ട്രോണിൻ്റെ കാര്യവും പ്രോട്ടോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്, അല്ലെങ്കിൽ ഇത്ര 1.602 × 10⁻⁹ കൂളോം ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സോ എന്താണ് ഈ ചാർജ് എന്ന് പറയുന്നത്? ചാർജ് വേറൊന്നുമല്ല, ടോട്ടൽ ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. അതായത് ഈ ഇലക്ട്രോണും പ്രോട്ടോണും എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കുറച്ച് പാർട്ടിക്കിളാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കുറച്ച് പാർട്ടിക്കിളാണ്. ഇതിൻ്റെ ഡെഫിഷ്യൻസിയും ഇതിൻ്റെ എക്സസ്സുമാണ് ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ചാർജ് നിശ്ചയിക്കുന്നത്. അത് ചാർജ്ഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ ചാർജ്ഡ് ആണോ? ഇപ്പോൾ ഒരാൾ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ശോകമാണ്, അല്ലെങ്കിൽ ഡള്ളായിട്ടിരിക്കുകയാണ്, സോ നെഗറ്റീവ്ലി ഒരു നെഗറ്റീവ് വൈബ് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം ഒരാൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാകുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. സോ ഇതാണ് നമുക്കൊരു എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ ഒരു കൂടുതൽ ഉള്ളതിനെയാണ് നമ്മൾ ചാർജ്ഡ് ആയി എന്ന് എപ്പോഴും പറയുക. സോ ഇവിടെ അത് തന്നെയാണ്, ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ് നമ്മൾ എന്താ പറയുക ചാർജ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം ആണ്. ഓക്കെ, അത് മെൻഷൻ ചെയ്യുന്ന C എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക. ഇനി 1 കൂളോം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ആ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കൂടുതലല്ല. ശരിക്കും പറഞ്ഞാൽ 6.24 × 10⁻18 ഇലക്ട്രോൺസ്, ഇത്രയും ഇലക്ട്രോൺസിൻ്റെ ചാർജ് ചേരുമ്പോഴാണ് ഒരു കൂളോം ആവുന്നത്. ഓക്കെ, സോ ഈ നമ്മൾ ഈ പറഞ്ഞ വളരെ എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതുവരെ പറഞ്ഞത്. പക്ഷേ ഈ എലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ MCQസിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. വളരെ വളരെ മൈന്യൂട്ട് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ട് അല്ലെങ്കിൽ എലമെൻ്ററി ആയിട്ട് നമ്മൾ വിട്ട് കളയുന്ന കാര്യങ്ങളാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്ന് നോക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം ബൈ ചാൻസ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒന്ന് നല്ലതാണ്, നമുക്കൊരു ബ്രഷപ്പും ആവും. സോ ഇനി ചാർജിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ടിലേക്ക് വരാം. സോ എന്താണ് കറണ്ട്? ഓക്കെ, കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫ്ലോ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ വിൻഡ് കറണ്ട് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു റിവറിൻ്റെ അല്ലെങ്കിൽ റാപ്പിഡ് റിവറിൻ്റെ കറണ്ട് എന്ന് പറയാറുണ്ട്. സോ എന്താണ്? ഒഴുക്കിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. വിൻഡ് ആണെങ്കിലും ശരി, നദിയുടെ ആണെങ്കിലും ശരി, ഇതെല്ലാം ഒഴുക്കിനെയാണ് കറണ്ട് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെയുള്ള ഒഴുക്ക് എന്താണ്? ചാർജിൻ്റെ ഒഴുക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇലക്ട്രിക്കൽ ടേംസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലോ ഓഫ് ചാർജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ജനറലി നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് എപ്പോഴും അറിയാം, നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ നെഗറ്റീവ് ഉണ്ട്. സോ അവിടെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, നെഗറ്റീവ് ആണ് അവിടെ. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും നെഗറ്റീവ് ടെർമിനലിൽ കൂടുതലുണ്ടാവുക. അതേസമയം പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള എന്താ പറയുക പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അല്ല ആക്ച്വലി. കമ്പാരിറ്റീവ്ലി നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് എന്താ പറയുക പാർട്ടിക്കിൾസിനൊക്കെ ഉള്ള ആ ടെർമിനലിനെ കാട്ടിയും ഇതിൽ കുറവായിരിക്കും, അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയാണ് നമ്മളെപ്പോഴും പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ വെളിച്ചത്തിൻ്റെ അഭാവമാണ് അന്ധകാരം എന്ന് പറയത്തില്ല, അതുപോലെ. സോ അപ്പോൾ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. സോ അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കുള്ള ഫ്ലോ ആണ്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് നമ്മൾ
ഈ എന്താ പറയുക കറണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ഫ്ലോ ചെയ്യുന്നു? ഇപ്പോൾ ചൂട് തന്നെ നമുക്കറിയാം. വളരെ ചൂടായിട്ടുള്ളൊരു എന്താ പറയുക, കുറച്ച് നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ നമ്മൾ പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണെന്ന് വയ്ക്കുക. അടിയിലാണല്ലോ എപ്പോഴും ചൂടാവുന്നത്. ചൂടായിട്ട് ഇത് മുകളിലേക്കാണ് പോകുന്നത്. എന്നിട്ടെന്താ, അപ്പോൾ ഈ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നത് എപ്പോഴും എന്താ പറയുക, ചൂടുള്ള ഭാഗത്തിൽ നിന്ന് ചൂടില്ലാത്ത ഭാഗത്തേക്കാണ് പോകുന്നത്. അതുപോലെ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രോൺസിൻ്റെ എക്സസ് അല്ലെങ്കിൽ അതിൻ്റെ വളരെ ആധിക്യമുള്ള ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ആ ടെർമിനൽ വരുന്നത്. അതേസമയം പോസിറ്റീവ് ടെർമിനലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് വളരെ കുറവാണ്. അപ്പോൾ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കാണ് ഈ ഫ്ലോ നടക്കുന്നത്. സോ അതാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്ലോ ഓഫ് കറണ്ട് ഈ ഇലക്ട്രോൺ ഫ്ലോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ കാലാകാലങ്ങളായിട്ട് കൺവെൻഷനലി നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കൺവെൻഷണൽ കറണ്ട് എപ്പോഴും എന്താണ് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യാറില്ല. ഈ ഫിഗർ നിങ്ങൾ കണ്ടോ, ഇതിലാണെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കേണ്ടത്. പക്ഷേ നമ്മളെപ്പോഴും ചെറിയ ക്ലാസ്സുകളിലാണെങ്കിലും ശരി, നമ്മുടെ 8th 7th 9th നമ്മുടെ ഫിസിക്സിലാണെങ്കിലും ശരി, നമ്മുടെ ബിടെക്കിലുള്ള ഫസ്റ്റ് ഇയേഴ്സിലാണെങ്കിലും ശരി, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഫ്ലോ കാണിക്കുന്നത് എന്താ, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക്, ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്ന രീതിയിലാണ് കാണിക്കുന്നത്. സോ അത് കൺവെൻഷണൽ വേ ഓഫ് എക്സ്പ്രസിങ് എ കറണ്ടാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഫ്ലോ നടക്കുന്ന ഒരു ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് ടെർമിനലിനെ നമ്മളൊരു ഹയർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. സോ അവിടെ നിന്ന് നെഗറ്റീവിലേക്ക് ഫ്ലോ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺവെൻഷനലി പറഞ്ഞു വരുന്നത്. നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് പറഞ്ഞു വരികയാണ്. പക്ഷേ ശരിക്കും ഫ്ലോ ഓഫ് ഇലക്ട്രോൺ സംഭവിക്കുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ആംപിയറിലാണ്. ഇനി ആംപിയറിൽ 1 ആംപിയർ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് എ ചാർജ് ഓഫ് 1 കൂളം ഫ്ലോസ് ത്രൂ എ ഗിവൺ ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഇൻ 1 second, ദ കറണ്ട് ഈസ് സെഡ് ടു ബി 1 ആംപിയർ ഓ 1 കൂളം പെർ സെക്കൻഡ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ടക്ടർ, ഇത്ര ക്രോസ് സെക്ഷനിലുള്ള ഒരു കണ്ടക്ടറിലൂടെ 1 കൂളോം ചാർജ് ഫ്ലോ ചെയ്യുകയാണെന്ന് വയ്ക്കുക 1 സെക്കൻഡ് നേരത്തേക്ക്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ്, ആ ഫ്ലോയിനെ നമ്മൾ കറണ്ട് എന്ന് പറയുമല്ലോ, അവിടെ ഉണ്ടാകുന്ന ആ ഫ്ലോയിൽ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 കൂളോം പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ ആ കണ്ടക്ടറിലൂടെ, ഗിവൺ ക്രോസ് സെക്ഷനിലുള്ള ആ കണ്ടക്ടറിലൂടെ 1 കൂളോം ചാർജ് പോകുമ്പോഴുള്ള കറണ്ടിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് I = Q/T. Q എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ചാർജാണ്, ചാർജ് ബൈ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ടൈമാണ്. ഓക്കെ, അപ്പോൾ ചാർജ് നമുക്ക് ജസ്റ്റ് എണ്ണത്തിലാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ കൂളോമിൻ്റെ രീതിയിലായിരിക്കും പറയുക. ടൈം നമ്മൾ സെക്കൻഡിലായിരിക്കും, നമ്മൾ യൂണിറ്റ്, നമ്മുടെ SI യൂണിറ്റിൽ വരുന്നത് ടൈം സെക്കൻഡ്സിലാണല്ലോ. സോ സെക്കൻഡ്സിലായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്യുക. ഇനി നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ Q/T എന്ന് പകരം dQ/dt എന്ന്, അല്ലെങ്കിൽ ΔQ/ΔT എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്, ഈ ചാർജിൻ്റെ വേരിയേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലോ ഓഫ് ചാർജ് അല്ലേ. അപ്പോൾ ഒരിടത്ത് കുറച്ച് ചാർജ് ഉണ്ട്, വേറൊരിടത്ത് വേറൊരു ലെവൽ ഓഫ് ചാർജ്, കുറച്ച് എമൗണ്ട് ഓഫ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇതിലുള്ള ഡിഫറൻസ് ആണ് ഫ്ലോ ഉണ്ടാക്കുന്നത്. സോ ആ ഡിഫറൻസ് ആണ് ΔQ അല്ലെങ്കിൽ ΔQ അല്ലെങ്കിൽ dQ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് വരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. എന്താണ് പൊട്ടൻഷ്യൽ? നമ്മൾ ആ പേര് തന്നെ, നമ്മൾ ഓരോ പേരും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അതിൽ തന്നെ ഉണ്ട്. പൊട്ടൻഷ്യൽ, ഒരാളെ കാണുമ്പോൾ അയാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമ്മൾ പറയും. സോ അപ്പോൾ എന്താ, പുള്ളിക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള കഴിവുകൾ അതിനകത്തുണ്ട്, പുള്ളിയിലുണ്ട് എന്ന് നമ്മൾ പറയും പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും. സോ അത് തന്നെയാണ് ഇവിടുത്തെ കാര്യം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ചാർജ്ഡ് ബോഡിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് ഏതാണ്, ദ കപ്പാസിറ്റി ഓഫ് എ ചാർജ് ബോഡി ടു ഡു വർക്ക് ഈസ് കോൾഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഒരു ചാർജ്ഡ് ബോഡിക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എന്താ പറയുക ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതല്ല ഇനി കുറച്ചുകൂടെ ഹയർ ടേംസിലാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ, വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഏത് പോയിന്റിലുള്ള ചാർജിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
ആ പോയിന്റിലേക്ക് ആ ചാർജിന് അവിടേക്ക് നമുക്കൊരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി എത്രത്തോളം നമുക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. ഫ്രം ഇൻഫിനിറ്റി, ഏതെങ്കിലും ഒരു, നമുക്ക് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ പ്രസൻസിൽ ഇല്ലാത്ത ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ എത്ര വർക്കാണ് നമുക്ക് ചെയ്യേണ്ടി വന്നത്, അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ടേംസിൽ നമുക്ക് പറയാം, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചിട്ടില്ല ഡാമിൻ്റെയൊക്കെ കാര്യത്തിൽ. ഡാമൊന്നും വേണ്ട, നമ്മുടെ വീടുകളിലുള്ള വാട്ടർ ടാങ്ക് അറിയാമല്ലോ. ഈ വാട്ടർ ടാങ്ക് നമ്മൾ ഹയർ ലെവലിൽ വെക്കുന്ന എന്തിനാണ്? ഹയർ ലെവലിൽ വെക്കുമ്പോൾ രണ്ടാമത്തെ നിലയിൽ നമ്മുടെ ടെറസിലേക്ക് ആയിരിക്കും മിക്കവാറും വാട്ടർ ടാങ്ക് വെക്കുക. അതെന്താ? ഹയർ ലെവലിൽ വെക്കുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ, അത് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, സോ അപ്പോൾ ബേസിക്കലി നമ്മുടെ പൊസിഷൻ കൊണ്ടുള്ള എന്താ പറയുക, ആ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി കൊണ്ട് സാധാരണ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വരുന്നത് ആ ആറ്റം അല്ലെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ പൊസിഷൻ വെച്ചിട്ടുള്ള, പൊസിഷൻ വൈസുള്ള അതിൻ്റെ എനർജി, അല്ലെങ്കിൽ ആ പൊസിഷൻ വരാൻ വേണ്ടി അതെന്ത് വർക്ക് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. വോൾട്ട് നമ്മൾ വി എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇനി വി നമുക്ക് W/Q എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, W എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വർക്ക് ഡൺ ആണ്. Q എന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കിനെയാണ് നമ്മൾ ഒരു എന്താ പറയുക ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ ഇപ്പോൾ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ചാർജസ് അല്ലെങ്കിൽ ഒരുപാട് ഇലക്ട്രോൺസിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ചാർജ് എന്നുള്ളതാണ് നമ്മൾ W/Q കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞു, അടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അറിയാം, ഒരു റിലേറ്റീവ് സ്റ്റഡിയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താ, ഒരു പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും നമുക്കറിയാം. ഒരു പോയിന്റിലിരിക്കുന്ന ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണോ അല്ലെങ്കിൽ എന്ത് ചാർജ് ആണെങ്കിലും ശരി, അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും നമുക്കറിയാം. അതുപോലെ വേറൊരു പോയിന്റിലിരിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്യൂട്ടിൽ തന്നെ രണ്ട് പോയിന്റ്, ഈ രണ്ട് പോയിന്റിലും രണ്ട് രീതിയിലുള്ള എന്താ പറയുക പൊട്ടൻഷ്യൽസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു കണ്ടക്ടറിൻ്റെ തന്നെ ഒരു എൻഡിലും വേറൊരു എൻഡിലും ഉണ്ടാകുന്ന എന്താ പറയുക അതിൻ്റെ പൊട്ടൻഷ്യൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഈ വ്യത്യാസത്തിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫ്ലോ ഓഫ് കറണ്ട് നമുക്ക് നടക്കുന്നുള്ളൂ. ഒരു ക്ലോസ് സർക്യൂട്ടായിട്ടുള്ള ഒരു ക്ലോസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഫ്ലോ നടക്കുന്നത്. നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ മേളിൽ വെച്ചിരിക്കുന്ന വീടിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ടാങ്കിൻ്റെ കാര്യം പറഞ്ഞില്ല. കാരണം മേളിൽ വെച്ചാൽ മാത്രമേ മേളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് ആ ഒഴുക്ക് കിട്ടില്ല. ഓക്കെ, സോ അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പറയാം, ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് അറ്റ് എനി 2 points ഓഫ് എ കണ്ടക്ടർ ഓർ എ സർക്യൂട്ട് ആൻഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് വോൾട്ടേജ്. ഇതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ് വോൾട്ടേജ്, കറണ്ട്. സോ അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെയാണ് നമുക്ക് ആ വേരിയേഷൻ ഉണ്ടാക്കുന്ന ആ കാര്യം, നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ ആ ഫ്ലോ ഉണ്ടാകാനുള്ളൊരു റീസൺ, അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ, വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് ഡൺ ആണ് എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു, അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഈ ഇലക്ട്രിക്കൽ പഠിക്കുന്നവർക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് EMF എന്ന് പറയും. ഓക്കെ, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഈ ഫ്ലോ നടക്കണമെങ്കിൽ, നമ്മുടെ കറണ്ട് ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് രണ്ട് കാര്യം വേണം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളിൽ ഒന്നായിട്ടുള്ള ക്ലോസ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്യൂട്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഒഴുക്ക് നടക്കത്തുള്ളൂ. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ഫ്ലോ നടക്കുന്നില്ല. ഓക്കെ, സോ ഒരു ക്ലോസ് സർക്യൂട്ട് ഉണ്ടാകണം. ഇനി ഈ ഫ്ലോ ഉണ്ടാകാനായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണമല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യത്യാസം വേണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമല്ല, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരിക്കണം വേണ്ടത്. ഓക്കെ, ഇതിനെ എന്താ പറയുക, തള്ളി വിടാനായിട്ടൊരു ഫോഴ്സ് വേണം. അപ്പോൾ ആ ഫോഴ്സിനെയാണ് ഈ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോൾ തന്നെ അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്.
ഈ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ അതിനാണ് ഇ എം എഫ് എന്ന് നമ്മൾ പറയുക, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇ എം എഫ് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് വിച്ച് കോസസ് ആൻ ഇലക്ട്രിക് കറണ്ട് ടു ഫ്ലോ ഇൻ എ സർക്യൂട്ട്. ഓക്കെ, ഇനി അതിൻ്റെ യൂണിറ്റും എന്താണ്? വോൾട്ടേജ് അല്ലെങ്കിൽ വി തന്നെയാണ്, വോൾട്ട് തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points is said to be 1 volt if 1 joule of work is done in transferring a charge of 1 coulomb from one point to another. ഇത് പറയുന്നത് ഒരു വോൾട്ട് എങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ചെയ്തത്. എന്താണ് ഒരു വോൾട്ട്? ഒരു വോൾട്ട് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മുടെ വോൾട്ടേജ് 1 വോൾട്ട് ആണെന്ന് നമ്മൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. അതായത് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു കൂളോം ചാർജിനെ നമ്മൾ മൂവ് ചെയ്യുകയാണ്. ആ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത വർക്ക് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആണെന്നുണ്ടെങ്കിൽ സോ അതിനെയാണ് നമ്മൾ 1 വോൾട്ട് എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്ത് 2 കോമൺ ടേംസ് ആണ് എനർജിയും പവറും. അതിലാദ്യം എനർജി നേരത്തെ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നല്ല എനർജി ഉള്ള ആളാണ്, ഓക്കെ, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനർജി ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കപ്പാസിറ്റി ഉണ്ട്, ഒരു കാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നേരത്തെ പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ബേസ്ഡ് ഓൺ എ ചാർജ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ എ പാർട്ടിക്കിളാണ് നമ്മൾ പറഞ്ഞത്. എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബോഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയാം. ഓക്കെ, സോ അതിൻ്റെ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഓക്കെ, ആ ബോഡിക്ക് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ വർക്ക് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റിയാണ് എനർജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ നമ്മുടെ എന്ത് വേണമെങ്കിലും ആവാം, മോട്ടർ ആവാം, ജനറേറ്റർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, എനർജിയുടെ യൂണിറ്റ് എപ്പോഴും ജൂള് ആയിരിക്കും നമ്മൾ അതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് പറയുക. ഇനി നമ്മുടെ ഇലക്ട്രിക്കൽ ടേംസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വാട്ട് അവർ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി വരുമ്പോൾ വാട്ട് അവർ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതെന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് പവർ പറയുമ്പോഴത്തേക്കും ഞാൻ പറയാം. ഇനി 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? പവർ ഇൻ കിലോ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ആണ്. വാട്ട് അവർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് 1 കിലോ വാട്ട് പവർ ഇത്ര അവറേക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ 1 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, നമുക്കിനി പി പറഞ്ഞിട്ട് ഇതിലോട്ട് വരാം. പവർ എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ എനർജി പറഞ്ഞു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി അതല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ, ഇതാണ് പവർ എന്ന് പറയുന്നത്. നേരത്തെ എനർജി പറഞ്ഞ എന്താണ്? കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഈ കപ്പാസിറ്റി കൊണ്ട് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു, ഇത്ര നിശ്ചിത സമയത്തിനകത്ത് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പവർ കാണിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേസമയം ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ചിലർക്ക് പവർ കൂടുതലാണെന്ന് പറയും, ചിലർ ഈ പറയുന്ന പോലെ സസ്റ്റെയിൻ ചെയ്തു പോകുന്ന രീതിയിൽ പറയും. ഓക്കെ, സോ അപ്പോൾ ഒരാൾ അവൻ്റെ ഇടിക്ക് ഭയങ്കര പവറാണെന്ന് നമ്മൾ പറയാറുള്ളത്. സോ അത് പവർ ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഒരു ഇത്ര നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ഡെലിവർ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതേസമയം ഇതേ ഒരു എനർജി തന്നെയായിരിക്കും വേറൊരാളിലുണ്ടാവുക, പക്ഷേ അവരത് ഒറ്റ ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ നമ്മുടെ ഈ മാരത്തോൺ റേസേഴ്സ് ഒക്കെ ഇല്ല, അവരൊക്കെ ചെയ്യുന്നത് എന്താ? അത്രയും എനർജി തന്നെ അവർ സ്പെൻഡ് ചെയ്യും, പക്ഷേ ഇത്രയും ടൈം അവർ എടുത്തിട്ടായിരിക്കും അത് സ്പെൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ റിലേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ് നമ്മൾ SI യൂണിറ്റ് പറയുന്നത്. ഇനി പവർ കൺസ്യൂംഡ് ഓർ ജനറേറ്റഡ് ഈസ് സെഡ് ടു ബി 1 watt വെൻ 1 joule of energy is converted or produced in 1 second. അതായത് 1 വാട്ട് പവർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താണ്? 1 ജൂൾ ഓഫ് എനർജി, നമുക്ക് 1 ജൂൾ ഓഫ് എനർജി ഉണ്ട്. ഈ എനർജി നമ്മൾ ഒന്നുകിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കളയണം, അതല്ലെങ്കിൽ നമ്മൾ 1 ജൂൾ ഓഫ് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് 1 സെക്കൻഡിൽ സംഭവിക്കുമ്പോഴാണ് 1 വാട്ട് പവർ അവിടെ ജനറേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തു എന്ന് നമ്മൾ പറയാം. ഇനി പവറിൻ്റെ എക്സ്പ്രസ് ചെയ്യുന്നത് P = VI എന്നാണ്. VI നമ്മുടെ വോൾട്ടേജും കറണ്ടും. നമുക്ക് എപ്പോഴും നമുക്ക് തിരിച്ചു വരേണ്ടത് നമ്മുടെ ഇലക്ട്രിക്കലിലേക്കാണല്ലോ. ഇലക്ട്രിക്കലിൽ വരുമ്പോഴത്തേക്കും എന്താണ്? V × I, വോൾട്ടേജ് × കറണ്ട് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പവർ കിട്ടുക. ഓക്കെ, ഇനി നമ്മുടെ മോട്ടോറിലും എൻജിനിലൊക്കെ നമ്മൾ കാറൊക്കെ ഓടിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ BHP ഒക്കെ പറയാറുണ്ട്. ഇപ്പോൾ BHP മാറി അത് PS ആയി. ഓക്കെ, സോ ഈ BHP അതിൽ HP എന്ന് പറയുന്നത് ഹോഴ്സ് പവറാണ്.
പണ്ട് കാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ കാരേജസ് ഒക്കെ ഉണ്ടായിരുന്നത്, നമുക്ക് ഈ മോട്ടറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്ന് കുതിരകളായി ഈ കാരേജസ് ഒക്കെ വലിക്കുമായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, കുതിരശക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞ് ഒരു കുതിരയുടെ ശക്തി ഈ 735 വാട്ടാണ് അല്ലെങ്കിൽ 746 വാട്ടാണ് എന്നുള്ളതല്ല കേട്ടോ. ഓക്കെ, ഒരു ഊഹത്തിന് വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ ഒരു കുതിര വലിക്കുന്ന കാരേജ് അതേ കാരേജ് തന്നെ വേറൊരു മോട്ടോർ വെച്ചിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഒരു ഹോഴ്സ് പവർ മോട്ടോർ വെച്ച് നമ്മളതിനെ എന്താ പറയുക, നമ്മൾ ഡ്രാഗ് ചെയ്യണം അല്ലെങ്കിൽ പുള്ള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് 1 ഹോഴ്സ് പവർ എന്നുള്ള രീതിയിൽ ആ ഒരു അസംഷൻ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഹോഴ്സ് പവർ എന്നുള്ള ടേം യൂസേജ് നമുക്ക് വന്നത്. ഇനി ഹോഴ്സ് പവർ തന്നെ 2 മെൻഷനിങ് ഉണ്ട്. ഒന്ന് ബ്രിട്ടീഷ് സൈഡിൽ നിന്നുള്ള മെൻഷനിങ് ഉണ്ട്, അതുപോലെ നമ്മുടെ മെട്രിക് സിസ്റ്റത്തിൻ്റെ ഉണ്ട്. ഇതിൽ മെട്രിക്കിൻ്റെ വരുമ്പോഴത്തേക്കും 735.5 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതേസമയം ബ്രിട്ടീഷിൻ്റെ വരുമ്പോഴത്തേക്കും 1 ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ 746 വാട്ട്സ് ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ പവറിൽ വരുന്ന കാര്യം. ഇനി പവറിൽ നിന്ന് നമുക്ക് എനർജിയിലോട്ട് പോകാമെന്ന് പറഞ്ഞില്ല, 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും കിലോ വാട്ട് അവറിലാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മളവിടെ പവറിൻ്റെ കാര്യം പറഞ്ഞു. എത്രയാണ്? ഒരു സെക്കൻഡിൽ നമ്മൾ 1 ജൂള് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 1 വാട്ടായിരിക്കും എന്ന് പറഞ്ഞു. സോ P ഈക്വൽ ടു VA ആണ് നമ്മൾ അവിടെ പറഞ്ഞു. ഇവിടെ E എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? പവർ എക്സ്പെൻഡഡ് പെർ ടൈം അല്ലെങ്കിൽ പവർ എക്സ്പെൻഡഡ് കറസ്പോണ്ടിങ് ടു ടൈം, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ പവർ ഇൻ ടു ടൈം ആയിരിക്കും ഇവിടെ നമുക്ക് എനർജി എന്ന് പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ പവറിൻ്റെ വാല്യൂ നമുക്ക് VI ആണെന്നറിയാം. സോ VI ഇൻറ്റു T, സോ അതാണ് എനർജി എന്ന് പറയുന്നത്. ഇനി VIയെ നമുക്ക് കുറേ മാനിപ്പുലേഷൻസ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. VIയെ I²RT എന്നും VIയെ I²R എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ V²/R എന്നുള്ള രീതിയിലും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഈ R എന്നുള്ള ടേം നമ്മൾ ഇനി വരുന്നേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണെങ്കിലും നമുക്ക് ഇനി വരുന്നതേ ഉള്ളൂ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു വാല്യൂ ആണ്, പാരാമീറ്റർ ആണ്. അതിൻ്റെ ബേസിസിലാണ് ഈ ഇക്വേഷൻസ് നമുക്ക് മാറുന്നത്. അത് നമുക്ക് റെസിസ്റ്റൻസ് പറഞ്ഞിട്ട് നമുക്ക് പോകാം അതിലേക്ക്. അതിനു മുമ്പ് വേറൊരു കാര്യം നമുക്ക് നോക്കേണ്ടത്, ഈ 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്കും 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ ആണെന്നുള്ളത്. ഇത് ചില കൺവേർഷൻ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് വരാം. വേറൊന്നുമല്ല, 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, പവർ ഇൻ കിലോ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് എന്ന് പറഞ്ഞു. സോ ടൈം ഇൻ അവർ 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്, 1 കിലോ വാട്ട് 1 അവറിൽ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, സോ അപ്പോൾ ഈ 1 അവറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ അല്ലല്ലോ, സെക്കൻഡ് അല്ലേ. സോ ഈ അവർ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, 60 ഇൻറ്റു 60, സോ 3600 വരും. ഇനി ഇവിടെ 1 കിലോ വാട്ടാണ്, വാട്ടല്ല, വാട്ടാണ് നമ്മുടെ SI യൂണിറ്റ് വരുന്നത്. സോ അപ്പോൾ അതും എന്താണ് 10⁻³ വരും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആണെങ്കിൽ, ഇതിൽ തന്നെ ആണെങ്കിൽ 1 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 10⁻³ വാട്ടാണ്. അതുപോലെ 1 അവർ എന്ന് പറയുമ്പോഴത്തേക്കും 60 ഇൻറ്റു 60 ആണ്, അതായത് 3600. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, 1 കിലോ വാട്ട് അവറിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണ്, അതായത് 3600 ഇൻറ്റു 10⁻³ സോ 3.6 ഇൻറ്റു 10⁻6 ഇങ്ങനെയാണ് വരുന്നത്. കാരണം നമ്മുടെ എന്താ പറയുക, എനർജി പറയുന്നത് നമ്മളെപ്പോഴും ജൂളിലാണ് നമ്മൾ എനർജി പറയുന്നത്, പവർ പറയുന്നത് ജൂൾ പെർ സെക്കൻഡിലാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഈ SI യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ രീതിയിലുള്ള കൺവേർഷനാണ് സംഭവിക്കുന്നത്. ഈ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് നമ്മുടെ SI യൂണിറ്റ് അല്ല, അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ എന്താ പറയുക, ഇൻഡസ്ട്രിയൽ യൂസേജ് അല്ലെങ്കിൽ നമ്മൾ കമേഴ്ഷ്യൽ പർപ്പസിന് വരുമ്പോഴാണ് ഈ കിലോ വാട്ട് അവർ എന്നുള്ള ടേം നമുക്ക് കൂടുതൽ ഫെമിലിയറൈസ്ഡ് ആവുന്നതും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന കറണ്ട് ഇല്ലേ, നമ്മൾ ഇത്ര യൂണിറ്റ് ആയി എന്ന് പറയും, നമ്മുടെ എനർജി മീറ്ററിൽ ഇത്ര യൂണിറ്റ് ആയി എന്ന് പറയും. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 1 യൂണിറ്റ് കറണ്ട് ആയി എന്ന് പറയുന്നത് ഈ 1 കിലോ വാട്ട് അവർ ആകുമ്പോഴത്തേക്കുമാണ്, 1 കിലോ വാട്ട് അവർ ആഴത്തേക്കാണ് നമ്മുടെ 1 യൂണിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് മീറ്ററിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, പക്ഷേ എന്നും പറഞ്ഞത് നമ്മുടെ SI യൂണിറ്റ് അല്ല, SI യൂണിറ്റ് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ജൂളാണ്,
നമ്മുടെ SI യൂണിറ്റ് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കൺവേർഷൻ ഇക്വേഷൻ, അത് നമുക്ക് റെസിസ്റ്റൻസ് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. സോ റെസിസ്റ്റൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഓംസ് ലോ പറയണം. ഓക്കെ, ഓംസ് ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ്. ഇത് കേൾക്കാതെ നമുക്ക് ഇലക്ട്രിക്കലിലേക്ക് വരാനേ പറ്റില്ല. ഓക്കെ, ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the current through any conductor is directly proportional to the potential difference between its ends. ഓക്കെ, അതായത് നമുക്കൊരു കണ്ടക്ടർ ഉണ്ടെന്ന് വയ്ക്കാം. ആ കണ്ടക്ടറിൻ്റെ എൻഡിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, രണ്ട് എൻഡിലായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അതിനെക്രോസ് ഉള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതിൽ കൂടെ പോകുന്ന കറണ്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ക്യാച്ച് ഉണ്ട്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇത് നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവണമെന്നില്ല. ഓക്കെ, സോ ഒരു ക്യാച്ച് ഉണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയത്ത് വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോൾട്ടേജ് കൂടുന്നതും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ കറണ്ട് നമുക്ക് കൂടുകയും ചെയ്യും. ഇതിനനുസരിച്ചിട്ട് നമ്മളൊരു എന്താ പറയുക, ഈ നമ്മുടെ റിലേഷന് പ്രൊപ്പോർഷൻ റിലേഷൻ എപ്പോഴും നമ്മളൊരു ഇക്വേഷൻ ആക്കി മാറ്റുന്നത് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇക്വേറ്റ് ചെയ്യുന്ന എപ്പോഴും നമ്മളൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. ഓക്കെ, ആ R എന്ന് പറയുന്നത് ആ ഏത് കണ്ടക്ടറിലൂടെയാണോ നമ്മൾ പാസ് ചെയ്യുന്നത് ആ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ആ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ കണ്ടക്ടറിലൂടെ എത്രത്തോളം എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഒപ്പോസിഷൻ ഉണ്ടാകുന്നുണ്ട്, ഈ കറണ്ട് ഫ്ലോയ്ക്കുള്ള ഒപ്പോസിഷൻ എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആർ ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. സോ അത് പറയുമ്പോൾ നമുക്ക് റെസിസ്റ്ററിലേക്ക് വരാം. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മെഷർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ടേംസിൽ എടുക്കുമ്പോഴത്തേക്ക് എന്താണ്? ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോയ്ക്കുള്ള ഒപ്പോസിഷനാണ് എന്താണ് ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതേസമയം നമ്മളൊരു മെറ്റീരിയൽ, ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിൻ്റെ കാര്യത്തിലാണ് റെസിസ്റ്റൻസ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്താണ് ഫ്ലോയെ തടസ്സം ചെയ്യുന്ന ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസും ഇതൊക്കെയാണ് വാലൻസ് ഇലക്ട്രോൺസ്, നമ്മുടെ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ കെമിക്കൽ, ഫിസിക്കൽ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെയൊക്കെ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ഒരു പ്രൈം ഫാക്ടറായിട്ട് പറഞ്ഞു. സോ ഈ വാലൻസ് ഇലക്ട്രോൺസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ റെസിസ്റ്റൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺസിനെയും അതുപോലുള്ള ബാക്കി കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ ഓമിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. റെസിസ്റ്റൻസ് ആറായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് മെൻഷൻ ചെയ്യുന്ന പാരാമീറ്റർ ആറാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഓം എന്നാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഇനി അടുത്ത റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ക്വാണ്ടിഫൈസ് how strongly it resists flow of current. It is the electrical resistance of a conductor of unit cross-sectional area and unit length. അത് നമ്മുടെ ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. വേറൊന്നുമല്ല, ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷൻ കണ്ടക്ടർ ഉണ്ടെന്ന് വയ്ക്കാം. അതിനെന്താണ്? അതിൽ കൂടെ ഒരു യൂണിറ്റ് ലെങ്ത്, അതായത് ഇപ്പോൾ നമ്മൾ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ യൂണിറ്റ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ SI യൂണിറ്റിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 1 മീറ്റർ. അതുപോലെ ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് എന്താ 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു മീറ്റർ ലെങ്ത് ഉള്ള വയറ്, അതേസമയം അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഈ വയറിൽ കൂടെ എന്താണ് ഉണ്ടാകുന്ന വയറിൽ കൂടെ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാകും. ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. സോ ഈ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷനിലുള്ള ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഏതൊരു മെറ്റീരിയലിനും ഉണ്ടാകുന്ന അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒപ്പോസിഷൻ ഉണ്ട് ആ ഫ്ലോയ്ക്ക്. അതാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയാണ്. അത് ഓരോ എന്താ പറയുക നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സബ്സ്റ്റൻസ് അനുസരിച്ച് മാറും. ഇപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം, ഇതെല്ലാത്തിൻ്റെയും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഈസും അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് റെസിസ്റ്റൻസ് ഏറ്റവും കുറവുള്ളത് സിൽവറിനാണ്. കമ്പാരിറ്റീവ്ലി എടുക്കുമ്പോഴത്തേക്ക് സിൽവറിനാണ് ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് വരിക. പക്ഷേ നമുക്കത് ഫീസിബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതലും കോപ്പർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില കേസുകളിൽ നമ്മൾ അലുമിനിയത്തിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇത് ഓരോ മെറ്റീരിയലിനനുസരിച്ചിട്ടും ഇതിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ മാറിയും മറിഞ്ഞും വരും. ഓക്കെ, പിന്നെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഫ്ലോ നടത്തുന്നു, അല്ലെങ്കിൽ ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇതും വേറൊരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഈ ആറ്റോമിക് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. നമ്മൾ അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു സബ് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ 3ആയിട്ട് ഓരോ കാര്യങ്ങളെയും നമ്മൾ തിരിക്കും. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, അതുപോലെ ഇൻസുലേറ്റർ എന്നും പറഞ്ഞ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടക്ടർ വിഭാഗത്തിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടക്ടർ വിഭാഗത്തിലാണ് വരുന്നത്. ഇപ്പോൾ കോപ്പർ ആണെങ്കിലും ശരി, സിൽവർ ആണെങ്കിലും ശരി, ഇപ്പോൾ അയൺ ആണെങ്കിലും ശരി, അലുമിനിയം ആണെങ്കിലും ശരി, ഇതെല്ലാം നമ്മുടെ കണ്ടക്ടർ സൈഡിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഈസി ആയിട്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫ്ലോ നടത്തും, പക്ഷേ എപ്പോഴൊന്നും അങ്ങ് നടത്തുകയൊന്നുമില്ല. ചെറിയ പാർഷ്യൽ ഫ്ലോ ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ കണ്ടക്ടേഴ്സിൽ ഉണ്ടാകുന്ന പോലത്തെ ഫ്ലോ ഒന്നും അതിലുണ്ടാവണമെന്നില്ല. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ ഫ്ലോ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക്, ഇപ്പം നമ്മൾ എല്ലാത്തിനും നമ്മൾ ഇൻസുലേഷൻ ചെയ്യത്തില്ല. നമ്മൾ വയറൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിന് ചുറ്റും നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഷോക്ക് അടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ കറണ്ട് കാരണം നമുക്ക് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് വേറെ ടോപ്പിക് ഉണ്ട്, അതിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ലൈവ് വയറിൽ കയറി ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ ചെയ്യുന്നത്. സോ ഇൻസുലേഷൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്കൊന്നും സംഭവിക്കാത്തത്? കാരണം അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഈ ഇൻസുലേറ്ററിൻ്റെ പ്രസക്തി വരുന്ന അവിടെയാണ്. ഓക്കെ, അതുവഴി നമുക്ക് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ റബ്ബർ ചെരുപ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇൻഡസ്ട്രി സൈഡിലാണെങ്കിലും ശരി, നമ്മൾ ഈ പറയുന്ന പോലെ റബ്ബർ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇൻസുലേറ്ററാണ്. സോ ഇപ്പോൾ കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മൾ കുറേ കൂടെ സേഫ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അറ്റോമിക് പ്രോപ്പർട്ടീസിൻ്റെ ഇതിൽ നിന്ന് വരുന്നതാണ്. അതിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ ബേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇൻസുലേറ്റർ അല്ലെങ്കിൽ കണ്ടക്ടറിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക്, നമുക്ക് കണ്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബേസാണ് ഇതെല്ലാം. ഓക്കെ, സോ നമ്മൾ തിരിഞ്ഞു പോകണ്ട, നമുക്ക് വീണ്ടും ഇതിലോട്ട് തന്നെ വരാം. ഇലക്ട്രിക്കൽ നമ്മുടെ റെസിസ്റ്ററിലേക്ക് തന്നെ വരാം. സോ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ. അതായത് അത് ഒരു മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ എന്താണ് പറയുക, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ ഒപ്പോസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ റെസിസ്റ്റർ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. നമ്മൾ സർക്യൂട്ടിലൊക്കെ റെസിസ്റ്റർ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു റെസിസ്റ്റൻസ്, കണ്ടക്ടറിലേക്കുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെന്ന് പറഞ്ഞു. ഏതാ? ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത്. ഈ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയും യൂണിറ്റ് ലെങ്ത് ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കറിയാം ഇതിൽ നിന്ന്. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ഇത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മളൊരു കണ്ടക്ടർ ഉണ്ടെന്ന് വയ്ക്കാം, അതിൻ്റെ ഇപ്പോൾ നമ്മൾ അല്ലാത്ത പ്രോപ്പർട്ടീസ്, അറ്റോമിക് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ ചില കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു വയർ എടുക്കുകയാണ്, ഈ പറയുന്ന പോലെ ഒരു 10 സെൻറ്റിമീറ്റർ നീളവും ഒരു 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഒരു ക്രോസ് സെക്ഷനും ഉള്ള ഒരു വയർ എടുക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി കാരണം അതിനെന്തായാലും കുറച്ച് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി പ്രോപ്പർട്ടി ഉണ്ടാവും. അല്ലാതെ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ട്, അല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല, ലെങ്ത്തും അതിൻ്റെ ക്രോസ് സെക്ഷനും വെച്ചിട്ട് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ നീളം കൂടുന്നതിനനുസരിച്ചിട്ട്, നമ്മുടെ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടും. അതേസമയം ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. സോ അതാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ ചെയ്തതുപോലെ, ഇക്വേഷനിൽ നമ്മൾ നേരത്തെ ഒരു എന്താ പറയുക, പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, വി ഓംസ് ലോ പറഞ്ഞപ്പോൾ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എല്ലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എയും ആണ്. സോ ഇതിനെ നമ്മൾ ഒരു ഇക്വേഷനിലോട്ട് മാറ്റുമ്പോഴത്തേക്കും നമുക്കൊരു കോൺസ്റ്റൻറ്റ് അവിടെ ആഡ് ചെയ്യേണ്ടി വരും.
ആ കോൺസ്റ്റൻ്റ് ആണ് ഈ റോ എന്ന് പറയുന്നത്. ആ റോയാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റിവിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഈ റെസിസ്റ്റിവിറ്റിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, അതാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ റോയ്ക്ക് രണ്ട് പേരുണ്ട്, റെസിസ്റ്റിവിറ്റിയും സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇനി അതിൻ്റെ യൂണിറ്റ് മെൻഷൻ ചെയ്യുന്നത് എന്താണ്? ഓം മീറ്ററാണ്, ഓം പെർ മീറ്ററാണ് അതിൻ്റെ ഓം മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ R = റോ L by A എന്ന് നമ്മളിവിടെ പറഞ്ഞല്ലോ. സോ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് തിരിച്ച് എഴുതുകയാണെന്ന് വയ്ക്കുക. R = റോ ബൈ A. ഇനി അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ഇപ്പോൾ ആറിന് താഴോട്ട് കൊണ്ടുവന്നു, എയും എല്ലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വയ്ക്കുക. അങ്ങനെ വരുമ്പോൾ റോ വിൽ ബി ഈക്വൽ ടു എന്താണ്? R × A by L. ഇതിൽ ആറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ നമുക്ക് യൂണിറ്റ് അറിയാം, ഓം ആണ്. എ എന്ന് പറയുമ്പോഴത്തേക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ, അപ്പോൾ നമ്മൾ SI യൂണിറ്റ് വെച്ച് പറയുമ്പോഴത്തേക്കും മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, മീറ്റർ സ്ക്വയർ ബൈ ലെങ്ത്തിൻ്റെത് മീറ്റർ ആണ്. ഓക്കെ, മീറ്റർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, ഇതും ക്യാൻസൽ ചെയ്ത് പോവും, ഓം മീറ്റർ ആണ് അവശേഷിക്കുന്നത്. ഓക്കെ, യൂണിറ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഓം മീറ്ററിലേക്ക് എത്തിയത്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമും നമ്മുടെ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്ററുമാണ്. ഓക്കെ, ഓക്കെ. സോ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ ബ്ലോക്കിനെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഒരു തടസ്സം, നമ്മുടെ ഫ്ലോ ഓഫ് കറണ്ടിനുള്ള തടസ്സമാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസിന് നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലോ? റെസിപ്രോക്കൽ നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ റെസിപ്രോക്കൽ വരുമ്പോഴത്തേക്കും എന്താണ്, G നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് അതിനെ പറയും. റെസിപ്രോക്കലിൻ്റെ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ കണ്ടക്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ കണ്ടക്റ്റൻസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് G എന്നുള്ള പാരാമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, സോ G വിൽ ബി ഈക്വൽ ടു 1/R. അപ്പം റെസിസ്റ്റൻസിൽ നമ്മൾ പറഞ്ഞു തടസ്സമാണെന്ന് പറഞ്ഞു. സോ കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും പേര് തന്നെയുണ്ട്, കണ്ടക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേരുണ്ട്. അത് കടത്തി വിടാൻ, കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്റ്റൻസ് ആണ് അവിടെ. അപ്പോൾ കടത്തി വിടാനുള്ള എന്താ പറയുക, എളുപ്പത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഈസിനെയാണ് നമ്മൾ കണ്ടക്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കണ്ടക്ടറിലൂടെ, ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ കണ്ടക്ടറിലൂടെ കറണ്ടിനുള്ള ഫ്ലോയ്ക്ക് ഉണ്ടാവാനുള്ള ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ കണ്ടക്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, the readiness with which a conductor transmits an electric current. Okay, the readiness with which a conductor transmits an electric current. അതാണ് അതിൻ്റെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സീമൻസ് ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയുക. ഓക്കെ, സീമൻസ് അല്ലെങ്കിൽ മോ എന്ന് പറയാം. ഈ മോ വരാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം എന്ന് പറഞ്ഞില്ലേ, ഓം എഴുതുമ്പോൾ എന്ത്, OHM. ഇതിനെ തിരിച്ചെഴുതുന്നതാണ്, അതിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ OHM. ഇതിനെ തിരിച്ച് നമ്മൾ എഴുതുന്നതാണ് MHO. അതാണ് മോ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഓമിൻ്റെ (-1). നമ്മുടെ എന്താ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ഓം, ആ യൂണിറ്റിൻ്റെ (-1). ഓക്കെ, സോ ഒന്നുകിൽ ഓം (-1) അല്ലെങ്കിൽ മോ അല്ലെങ്കിൽ സീമൻ. ഇതാണ് നമ്മുടെ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടറിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലെ ഒരു കണ്ടക്ടറിന് അക്രോസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ക്രോസ് സെക്ഷനും ഒരു പെർട്ടിക്കുലർ ലെങ്ത്തിലുള്ള ഒരു കണ്ടക്ടറിന് അക്രോസ് ഉള്ള കണ്ടക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനായി പറയുന്നത്. ഓക്കെ, അതാണ് G = സിഗ്മ A by L. ഇതിൽ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആ ഇക്വേഷൻ പറഞ്ഞില്ലേ, R = റോ L by A. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി പറഞ്ഞ എന്താണ്, R is directly proportional to L by A എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെ നമ്മൾ ഒരു ഇക്വേഷനിലോട്ടാകുമ്പോഴാണ് ആ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആ കോൺസ്റ്റൻറ്റ് നമ്മൾ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A by L ആണ്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ, സോ G ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A by L. അതിനെ നമ്മൾ വീണ്ടും ഒരു ഇക്വേഷൻ ആക്കുമ്പോഴത്തേക്ക്, ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിനെ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ, ഇത് സിഗ്മയാണ്, ഇതിനെ നേരത്തെ നമ്മൾ റോ എന്ന് പറഞ്ഞു, ഇതിനെ നമ്മൾ റോ എന്ന് പറഞ്ഞു, ഇത് സിഗ്മ. ഈ സിഗ്മയാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ റെസിസ്റ്റിവിറ്റി പറഞ്ഞു, റോയെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു, നമ്മുടെ സിഗ്മയെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ G എന്ന് പറയുമ്പോൾ 1/R എന്ന് പറയുന്നത് പോലെ സിഗ്മ എന്ന് പറയുന്നത് 1/ρ ആണ്. ഓക്കെ, ഇനി
conductivity. It is a characteristic property of a material which quantifies how strongly it conducts electric current. നേരത്തെ റെസിസ്റ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് എന്താ പറയുക, എത്ര സ്ട്രോങ്ലി അത് എന്താ പറയുക ഇലക്ട്രിക് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്യുന്നു, അതിനെയാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയ്ക്ക് ഇത് എന്താ പറയുക കണ്ടക്ട് ചെയ്യാനായിട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു, ആ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ കോപ്പറിൻ്റെ ആണെങ്കിലും ശരി, സിൽവറിൻ്റെ ആണെങ്കിലും ശരി, അലുമിനിയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ അതിന് അതിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് ഈ പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ കുറവായിരിക്കും. അതേസമയം റെസിസ്റ്റിവിറ്റി വളരെ കുറവുള്ള മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് എന്താ പറയുക, എ ഗുഡ് കണ്ടക്ടർ ഈസ് ഓൾവേസ് എ ബാഡ് റെസിസ്റ്റർ ആൻഡ് എ ബാഡ് റെസിസ്റ്റർ വിൽ ഓൾവേസ് ബി എ ഗുഡ് കണ്ടക്ടർ. ഓക്കെ, സോ അങ്ങനെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സീമൻ പെർ മീറ്റർ ആണ്. നേരത്തെ നമ്മൾ നമ്മുടെ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിച്ചതുപോലെ ജസ്റ്റ് ഒന്ന് എഴുതാം. എന്താണ് ജി ഈക്വൽ ടു സിഗ്മ എ ബൈ എൽ. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാൽ മതി. എന്താണ് സിഗ്മ വിൽ ബി ഈക്വൽ ടു ജി എൽ ബൈ എ. ഓക്കെ, ഇനി എന്താണ് ജിയുടെ നമുക്കറിയാം സീമൻ ആണെന്ന് നമുക്കറിയാം, എല്ലിൻ്റെത് മീറ്റർ ആണെന്ന് നമുക്കറിയാം, യൂണിറ്റ് ആണ് പറയുന്നത്. ഇനി എയുടെ എന്താണ് മീറ്റർ സ്ക്വയർ. ഇനി ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലി കിട്ടുന്ന എന്താണ് സീമൻ പെർ മീറ്റർ. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സീമൻ പെർ മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് പരീക്ഷകളിലും നമ്മുടെ ബിടെക് എക്സാംസിന് മാത്രമല്ല നമ്മുടെ ഈ PSC എക്സാംസിനൊക്കെ ചോദിക്കുന്ന കാര്യമാണ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സ്ഥിരം കേൾക്കുന്ന വാക്കാണ് പാരലൽ സർക്യൂട്ട് അല്ലെങ്കിൽ സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് സീരീസ് സർക്യൂട്ട്, എന്താണ് പാരലൽ സർക്യൂട്ട്? ഇത് റെസിസ്റ്റൻസിന് മാത്രമല്ല എല്ലാ കമ്പോണൻസിനും നമ്മൾ പറയുന്നതാണ്. കമ്പോണൻസിന് മാത്രമല്ല അല്ലാത്ത സർക്യൂട്ട്സിനെല്ലാം നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ഇതിൽ സീരീസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കമ്പോണൻസിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യുന്ന സീരീസ്ലി കണക്റ്റഡ് എന്നുള്ള രീതിയിൽ പറയാം. ഒരെൻഡ് അടുത്ത കമ്പോണൻറ്റിൻ്റെ ഒരു എൻഡിലോട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ മറ്റേ എൻഡ് അതിൻ്റെ അടുത്ത കമ്പോണൻറ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെ എൻഡ് ടു എൻഡ് കണക്ഷനെയാണ് നമ്മൾ എന്താണ് സീരീസ് കണക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അത് സ്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ സർക്യൂട്ട് ഇൻ വിച്ച് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് ഇൻ സക്സസീവ് ഓർഡർ ഇസ് കോൾഡ് എ സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ സീരീസ്ലി കണക്റ്റഡ് റെസിസ്റ്റീവ് സർക്യൂട്ട്. അടുത്ത ദേ വിൽ ബി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. നമ്മൾ വോൾട്ടേജിൻ്റെ കാര്യം, നമ്മുടെ ഓരോ റെസിസ്റ്റർ വരുമ്പോഴത്തേക്കും വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു റെസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ഒരു തടസ്സം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ് ബ്ലോക്ക് പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് വണ്ടിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു ബ്ലോക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. സോ അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡ്രോപ്പ് സംഭവിക്കുകയാണ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വരികയാണ്. അതാണ് നമ്മളിവിടെ പറയുന്നത്. ആ ബ്ലോക്കിനായിട്ട് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് അവിടെ പറയാൻ കാരണം നമ്മളൊരു സർക്യൂട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ആ സർക്യൂട്ടിലേക്ക് നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് കൊടുത്തു എന്ന് വയ്ക്കുക. ഓക്കെ, ഒരു 10 വോൾട്ട് ഞാൻ ആ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോലെ. ഓക്കെ, കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3 സീരീസ്ലി കണക്റ്റഡ് റെസിസ്റ്റൻസ് അതിലുണ്ടെന്ന് വയ്ക്കാം. 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഓരോ റെസിസ്റ്ററിൽ കൂടെയും കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഈ 10 വോൾട്ട് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നതും നമുക്ക് ആ ഓരോ ലോഡ് അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസിൽ നമുക്ക് നഷ്ടപ്പെടുന്ന വോൾട്ടേജും കൂട്ടി നമുക്ക് അതിനൊന്ന് ആൽജിബ്രിക്കൽ സം എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് സെയിം ആയിരിക്കും. അതായത് നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും.
നമുക്ക് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് സോഴ്സ് 10 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 3 റെസിസ്റ്ററിലും കൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന വോൾട്ടേജിൻ്റെ ടോട്ടലും 10 തന്നെ ആയിരിക്കും, 10 വോൾട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അത് തന്നെയാണ് നമ്മൾ അടുത്തിരുന്നത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ഇനി കറണ്ട് ത്രൂ ഓൾ സീരീസ് എലമെൻറ്റ്സ് വിൽ ബി സെയിം. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് വയ്ക്കുക, അതിലൂടെയുള്ള കറണ്ട് ഒരു വ്യത്യാസവും വരുന്നില്ല, അതിനുള്ള കറണ്ടിൻ്റെ ഫ്ലോ ഒന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ഈ നമ്മുടെ ബ്ലോക്കിൻ്റെ കാര്യം പറയുന്ന പോലെയാണ്. നമ്മളൊരു ബ്ലോക്കിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ള എനർജി എല്ലാം അങ്ങ് പോവുക, ശരിയല്ലേ? നമ്മളൊരു ബ്ലോക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഓടിക്കാമെന്ന് വയ്ക്കുക, ഒരു മൊത്തത്തിൽ നമ്മുടെ ഒരു എനർജി അങ്ങ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ആണ്. ഇനി നമുക്ക് എത്തിച്ചെല്ലേണ്ട നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് ഇനി സമയമെടുക്കും. സോ അപ്പോൾ അത് കാരണം നമ്മുടെ ഒരു എനർജി അങ്ങ് ഡ്രെയിൻ ഔട്ട് ആവുകയാണ്. അത് തന്നെയാണ് അവിടെ വോൾട്ടേജിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ഈ ബ്ലോക്ക് മാറും, അല്ലെങ്കിൽ പതുക്കെ ആണെങ്കിൽ ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. സോ നമ്മുടെ ഫ്ലോയ്ക്ക് തടസ്സം നേരിടുന്നുണ്ടെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്കത് എത്തുന്നതിന് നമ്മുടെ അൾട്ടിമേറ്റ് എയിമിലോട്ട് നമ്മൾ എത്തുന്നുണ്ട് എങ്ങനെയായാലും. അതാണ് നമ്മുടെ ഈ സർക്യൂട്ടിൻ്റെ കാര്യത്തിലും പറയുമ്പോഴത്തേക്ക് ഒരു ക്ലോസ് സർക്യൂട്ടാണ്. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓരോ റെസിസ്റ്ററിൻ്റെ തടസ്സങ്ങളും കഴിഞ്ഞ് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ അടുത്ത ടെർമിനലിലോട്ട് എത്തുന്നുണ്ട്, ഫ്ലോ ഓഫ് കറണ്ട് നടക്കുന്നുണ്ട്. സോ അപ്പോൾ കറണ്ടിനൊന്നും വ്യത്യാസം വരുന്നില്ല. ആ കറണ്ടിൻ്റെ അതിനൊരു ബ്ലോക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എനർജിയാണ് അവിടെ, അല്ലെങ്കിൽ നമ്മുടെ ആ വോൾട്ടേജ്, നമ്മുടെ ഒരു ഇതാണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ ആ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി ആണല്ലോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ആ കപ്പാസിറ്റി അങ്ങ് നഷ്ടപ്പെടുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത്. പക്ഷേ കറണ്ട് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല, കറണ്ട് ത്രൂ ഔട്ട് സെയിം തന്നെയാണ്. ഇനി അടുത്ത് വരുന്നത് വാല്യൂ ഓഫ് ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ്. ഇനി അങ്ങോട്ട് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് വേറൊന്നുമല്ല, നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിൽ കുറേ റെസിസ്റ്റേഴ്സ് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റേഴ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം ടോട്ടൽ എന്താണ് എന്നുള്ളത് ഒരു റെസിസ്റ്റർ ഉണ്ടാകും, ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാകും. ആ വാല്യൂവിനെയാണ് നമ്മൾ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ എല്ലാം സം വാല്യൂ ആയിരിക്കും അതിൻ്റെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുക. അതായത് ഇപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്, നമ്മുടെ ഈ ഫിഗർ എടുക്കുക, നമ്മുടെ വോൾട്ടേജ് സോഴ്സ്, ഇനി R1, R2, R3 3 റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, സീരീസ് കണക്റ്റഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ R1, R2, R3 ഇതിൻ്റെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും R1 + R2 + R3 ആയിരിക്കും ഇതിൻ്റെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ R1 നമുക്കൊരു ഡ്രോപ്പ് സംഭവിക്കും, R2 ഒരു ഡ്രോപ്പ് സംഭവിക്കും, R3 ഒരു ഡ്രോപ്പ് സംഭവിക്കും. അതിന് നമുക്ക് വേണമെങ്കിൽ V1, V2, V3 എന്ന് പറയാം. ഓക്കെ, നമ്മുടെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് V ആണെന്ന് ഇരിക്കട്ടെ, ജസ്റ്റ് ഏതെങ്കിലും ഒരു വാല്യൂ V. ഓക്കെ, ആ V എന്ന് പറയുന്നത് V1 + V2 + V3 ആയിരിക്കും. ഓക്കെ, അതിൽ ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R ഇക്വാലൻറ്റ് വിൽ ബി ഈക്വൽ ടു R1 + R2 + R3 ആയിരിക്കും. ഓക്കെ, അതാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ V എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് VS എന്ന്, സോഴ്സ് വോൾട്ടേജ് ആയതുകൊണ്ടാണ് അതിന് VS എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതെടുക്കുമ്പോൾ VS വിൽ ബി ഈക്വൽ ടു V1 + V2 + V3. V എന്ന് പറയുമ്പോൾ I/R. ഇതൊരു സീരീസ് കണക്റ്റഡ് സർക്യൂട്ട് ആയതുകൊണ്ട് അതിലൂടെ കറണ്ടിന് വേരിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. സോ V വിൽ ബി ഈക്വൽ ടു I/R. VS വിൽ ബി ഈക്വൽ ടു I/R1 + I/R2 + I/R3. അതായത് VS എന്ന് പറഞ്ഞാൽ V1, V2, V3യുടെ സം ആണെന്ന് പറഞ്ഞല്ലോ. സോ V1 അക്രോസ് ഉള്ള ഡ്രോപ്പ്, V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ I റെസിസ്റ്റൻസ് ആയിരിക്കും. I സെയിം ആണ്, റെസിസ്റ്റൻസ് വാല്യൂ R1, അതാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. I/R1, I/R2, I/R3. ഇനി കോമൺ ആയിട്ട് നമ്മൾ I വെളിയിലെടുത്തു, R1 + R2 + R3 അകത്തായി. R1 + R2 + R3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ആണ്. സോ അതാണ് IR ഇക്വാലൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് വിൽ ഓൾവേസ് ബി ഹയർ ദാൻ ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ദ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ്. നമ്മൾ സീരീസ്ലി കണക്റ്റഡ് ആയിട്ട്, ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ ഈ കേസിൽ നമ്മൾ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞു. ഈ R1ൻ്റെ വാല്യൂ 2 ആണെന്നിരിക്കട്ടെ, R2ൻ്റെ വാല്യൂ 3 ആണെന്നിരിക്കട്ടെ,
R3യുടെ വാല്യൂ 5 ആണെന്ന് ഇരിക്കട്ടെ. 2, 3, 5. 2 ഓം, 3 ഓം, 5 ഓം. ഓക്കെ. ഇനി അപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ഓം ആണ്. ഓക്കെ. അപ്പോൾ ഈ 5 ഓമിനെ കാട്ടി എപ്പോഴും ഹയർ ആയിരിക്കും നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ്, വേറൊന്നുമല്ല. ഇപ്പോൾ നമുക്കൊരു MCQ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നിരിക്കുന്ന റെസിസ്റ്റേഴ്സിലുള്ള ഹയസ്റ്റ് വാല്യൂവിനെ കാട്ടി ഒരു വലിയ വാല്യൂവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ചോയ്സിൽ അതായിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പറഞ്ഞ് നോക്കേണ്ട കാര്യം പോലും ഇല്ല, ഡയറക്റ്റായിട്ട് അതങ്ങ് എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ. കാരണം എന്താ 2 ഓം, 3 ഓം, 5 ഓം. ആക്ച്വലി അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് നോക്കണം. എന്താണ് 2 + 3 + 5 10 ഓം ആയിരിക്കും നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നതിൽ നമുക്ക് എണ്ണ പോലും വേണ്ട. ഇത് 5 ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ 5നെ കാട്ടി വലിയ ഒരു വാല്യൂവേ നമുക്ക് തന്നിരിക്കുന്ന MCQയിൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് എഴുതാം. ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദിക്കുമെന്നല്ല, ഇതുപോലെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില നുറുങ്ങ് പരിപാടികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. പിന്നെന്താണ് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീരീസിൽ കണക്ട് ചെയ്യുന്നതിൽ തന്നെ വേറൊരു കാര്യം നമുക്ക് പറയാം. ഈ തന്നിരിക്കുന്നതെല്ലാം ഒരേ വാല്യൂവിലുള്ള റെസിസ്റ്റേഴ്സ് ആണെന്നിരിക്കട്ടെ. R1ൻ്റെ വാല്യൂം, R2ൻ്റെ വാല്യൂം, R3യുടെ വാല്യൂം എന്താണ് 2 ഓം ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് 2 + 2 + 2. ഓക്കെ. സോ അപ്പം ഇതുപോലെ ചിലപ്പോൾ ഒരു n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇങ്ങനെ ആഡ് ചെയ്യാൻ നിൽക്കണ്ട. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അതേ ഇൻറ്റു നമ്മുടെ ആ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഇപ്പോൾ 2 ഓം ആണ് നമ്മുടെ റെസിസ്റ്റർ എന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു എന്താണ് എത്ര റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 5 ആണെന്നുണ്ടെങ്കിൽ 2 × 5. ഓക്കെ. ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ സീരീസ് റെസിസ്റ്റൻസിൻ്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതുപോലെ അടുത്ത് വരുന്നതാണ് നമ്മുടെ പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ഇൻ പാരലൽ. പാരലൽ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഓരോ റെസിസ്റ്റേഴ്സിൻ്റെയും 2 എൻഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റീവ് കമ്പോണൻസിൻ്റെയും 2 എൻഡ് ഉണ്ട്. അപ്പോൾ ഓരോ എൻഡും എല്ലാ കമ്പോണൻസിൻ്റെയും ഓരോ എൻഡുകൾ ഒരു കോമൺ പോയിന്റിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ മറ്റേ എൻഡ് എല്ലാ കമ്പോണൻസിൻ്റെയും അടുത്ത എൻഡ് എന്ന് പറയുന്നത് വേറൊരു കോമൺ പോയിന്റിലോട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്, ഈ ഫിഗർ തന്നെ എടുക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോയിന്റ്സ് ഒരു കോമൺ പോയിന്റിലേക്ക് കണക്റ്റഡ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പോയിന്റ്സ് ഒരു കോമൺ പോയിന്റിലേക്ക് കണക്റ്റഡ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, കറണ്ട് പല വഴിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്നല്ല നമ്മൾ ചിന്തിക്കുക. നമുക്ക് പോകാനായിട്ട് എളുപ്പ വഴി വേറെ വല്ലതും ഉണ്ടോ എന്നാണ് ചിന്തിക്കുക. അറിയാമെങ്കിൽ നമ്മൾ ആ റോഡ് എടുക്കാൻ നോക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് സംഭവിക്കുന്നത്, കറണ്ടും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്ന വഴികൾ. അപ്പോൾ നമുക്ക് വഴികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ബ്ലോക്കും കുറയുകയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ എനർജി ലോസ് ആവുന്നില്ല. സോ അതാണ് ഇവിടെ നമ്മുടെ പാരലൽ സർക്യൂട്ടിൽ സംഭവിക്കുന്നത്. എന്താണ്, അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും സംഭവിക്കുന്നില്ല. നെറ്റ് എഫക്റ്റ് വോൾട്ടേജ് സെയിം തന്നെയാണ്. ഓക്കെ. അതായത് നമ്മുടെ കപ്പാസിറ്റി അവിടെ കുറയുന്നൊന്നുമില്ല. പക്ഷേ കറണ്ട് ഫ്ലോ നമുക്ക് സ്പ്ലിറ്റപ്പ് ആയി പോവാണ്. ഇപ്പോൾ കറണ്ട് നേരത്തെ സീരീസിലാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് കറണ്ട് സെയിം ആണ്. ഇതിൽ ത്രൂ ഔട്ട് കറണ്ട് സെയിം അല്ല, ഓരോ ബ്രാഞ്ചിലേക്കും സ്പ്ലിറ്റപ്പ് ആയിട്ട് പോകും. അതാത് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് വാല്യൂവിൻ്റെ ബേസിസിലായിരിക്കും സ്പ്ലിറ്റപ്പ് ആയി പോവുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ഊഹിക്കാം, ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള പാത്തിൽ കൂടെ ആൾക്കാർ കുറച്ചല്ലേ പോകത്തുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് നമുക്കറിയാം. ഓക്കെ, മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കും വർക്കിംഗ് ഡേയ്സിൽ, ഓഫീസ് ടൈമിന്. അപ്പോൾ ആ റൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ബ്ലോക്ക് ആയിരിക്കും എന്ന് നമുക്കറിയാം. എങ്കിൽ നമ്മൾ ആ റൂട്ട് എടുക്കില്ല. ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് ആ പൊസിഷനിൽ നമുക്ക് എത്തേണ്ടത്, നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളത് എടുക്കുള്ളൂ. അതുപോലെയാണ് ഇതിലും കറണ്ടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും. ഇപ്പോൾ R1, R2, R3യിൽ R1 ആണ് ഹയസ്റ്റ് റെസിസ്റ്റീവ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് കറണ്ട് മാത്രമേ അതുവഴി പോവുള്ളൂ. കറണ്ട് പോകാതിരിക്കില്ല, കുറച്ച് കറണ്ട് പോകും. ഓക്കെ. അതുപോലെ പിന്നെ കൂടുതൽ കറണ്ട് പോകുന്നത്, പിന്നെ കുറച്ചുകൂടെ കറണ്ട് പോകുന്ന കുറച്ചും കൂടെ റെസിസ്റ്റീവ് വാല്യൂ കുറവുള്ളതിലോട്ടായിരിക്കും, ആ പാത്തിൽ കൂടെ ആയിരിക്കും. ലീസ്റ്റ് റെസിസ്റ്റീവ് വാല്യൂ ഉള്ള പാത്തിൽ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കറണ്ട് പോവുക. നമ്മളും ഏറ്റവും ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡിൽ കൂടെ അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പോവുക, ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം. അതേ കാര്യം തന്നെയാണ്, നമ്മൾ ആ രീതി ചിന്തിച്ചാൽ മതി. ഓക്കെ. അതാണ് നമ്മുടെ പാരലൽ കണക്ഷനിൽ സംഭവിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അതിനെ സ്റ്റേറ്റ് ചെയ്യാം. പാരലൽ റെസിസ്റ്റൻസ്, സർക്യൂട്ട് വേർ one end of each resistor is connected to a common point, and similarly the other end is connected to another common point, so that there are many paths for current flow. ഓക്കെ, നമുക്ക് ഒരുപാട് കറണ്ട് ഫ്ലോയ്ക്കുള്ള പാത്സ് ഉണ്ട്. ഇതാണ് റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലലി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പാരലൽ സർക്യൂട്ട്, നേരത്തെ സീരീസ് പറഞ്ഞു, ഇത് പാരലൽ സർക്യൂട്ടിൽ നടക്കുന്ന കാര്യമാണ്. വോൾട്ടേജ് ഈസ് സെയിം അക്രോസ് ഓൾ ദ റെസിസ്റ്റേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജ് സെയിം ആണ്. സീരീസിൽ വരുമ്പോഴത്തേക്കും വോൾട്ടേജ് വേരി ചെയ്യും,
കറണ്ട് സെയിം ആയിരിക്കും. ഇതിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഓരോ ബ്രാഞ്ച് അനുസരിച്ചിട്ട് വേരി ചെയ്യും. ഇനി അടുത്ത് പറയുന്നത് ടോട്ടൽ കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ പാർട്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്, ഓരോ പാത്തിലേക്ക് സ്പ്ലിറ്റ് ആയിട്ട് കറണ്ട് പോവുകയാണ്. ഓക്കെ, ഇനി വാല്യൂ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ദ ലീസ്റ്റ് ഓഫ് ഓൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ. നേരത്തെ നമ്മൾ പറഞ്ഞു സീരീസ്ലി കണക്റ്റഡ് ആയിരിക്കുമ്പോഴത്തേക്കും ഹയസ്റ്റ് വാല്യൂയിലുള്ള റെസിസ്റ്റൻസിനെ കാട്ടിയും എപ്പോഴും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അതായത് 2 ohm 3 ohm 5 ohm പറഞ്ഞപ്പോൾ എപ്പോഴും 5 ohmനെ കാട്ടി ഹയസ്റ്റ് വാല്യൂ ആയിരിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എപ്പോഴും എന്താണ്, ഏറ്റവും ചെറിയ വാല്യൂവിനെ കാട്ടിയും ചെറുതായിരിക്കും. അതായത് നമ്മൾ ഈ ഫിഗർ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു സർക്യൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ohm റെസിസ്റ്റർ, 4 ohm റെസിസ്റ്റർ, 6 ohm റെസിസ്റ്റർ കണക്ട് ചെയ്തു എന്ന് വയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വാലന്റ് റെസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 2 ohmനെ കാട്ടി എപ്പോഴും ചെറുതായിരിക്കും. ലെസ് ദാൻ ദ ലീസ്റ്റ് വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ല, ഇത് നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക, നമുക്കൊരു മനക്കണക്കിന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ഒരു സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമല്ല, ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷേ എന്നാലും നമുക്ക് ഈ നമ്മുടെ ലക്ഷ്യം ഇതാണല്ലോ, PSC അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ടക്കനെ കിട്ടുന്ന ആൻസർ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യണം. അതിന് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലത്. ഓക്കെ, ഇനി ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ആർ ഇക്വാലൻ്റ് എന്ന് പറയുന്നത് സീരീസിൽ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്നാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ പാരലൽ സർക്യൂട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയല്ല വരുന്നത്. റെസിപ്രോക്കൽ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് നമുക്ക് 3 ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2 R3 ഉണ്ടെന്ന് വയ്ക്കുക. ഇതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/R ഇക്വാലന്റ് എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനൊന്നും കൂടെ നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ കാണുമ്പോഴേ നമുക്ക് ഇക്വാലന്റ് റെസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. എന്താണ്, ഈ 1/R1 1/R2 1/R3 എന്ന് പറയുമ്പോൾ ഈ 1/R1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടക്റ്റൻസ് ആണെന്ന് അറിയാം. G എന്ന് പറഞ്ഞാൽ 1/R അല്ലേ. സോ അപ്പോൾ 1/R1 എന്ന് പറഞ്ഞാൽ R1ൻ്റെ കണ്ടക്റ്റൻസ്, 1/R2 എന്ന് പറഞ്ഞാൽ R2ൻ്റെ കണ്ടക്റ്റൻസ്, 1/R3 എന്ന് പറഞ്ഞാൽ R3യുടെ കണ്ടക്റ്റൻസ്. അപ്പോൾ എന്താ, ഈ റെസിപ്രോക്കൽ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും കണ്ടക്റ്റൻസ് വാല്യൂവിൻ്റെ സമ്മിന് ഇക്വലൻ്റ് ആണ്. സോ ഫൈനൽ നമ്മൾ എന്താണ്, എല്ലാത്തിൻ്റെയും കണ്ടക്റ്റൻസ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും, ഇക്വാലന്റ് റെസിസ്റ്റൻസ് കിട്ടും. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പാരലൽ സർക്യൂട്ടിൽ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ സ്പ്ലിറ്റപ്പ് ആണ് കാണിക്കുന്നത്. എന്താണ്, വോൾട്ടേജ് വേരി ചെയ്യുന്നില്ല, സെയിം ആയിരിക്കും. കറണ്ട് ഓരോ പാത്ത് അനുസരിച്ചിട്ട് വേരി ചെയ്യും. അതായത് ഫസ്റ്റ് പാത്തിൽ കൂടെ I1, സെക്കൻഡ് പാത്തിൽ കൂടെ I2, തേർഡ് പാത്തിൽ കൂടെ I3. അങ്ങനെ കറണ്ട് സ്പ്ലിറ്റപ്പായി പോവുകയാണ്. I1ന് നമുക്ക് VS/R1 എന്ന് പറയാം. VS ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, VS/R1 VS/R2 VS/R3. അങ്ങനെ നമുക്ക് ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ VS/R ഇക്വാലൻ്റ് ആണ് നമുക്ക് അറിയാം. ഇനി അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി R ഇക്വാലൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1/R ഇക്വാലൻ്റ് എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R3 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, സോ അടുത്ത് നമുക്ക് വോൾട്ടേജ് സോഴ്സ്. സോ വോൾട്ടേജ് സോഴ്സ് എന്ന് അറിയാം, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വോൾട്ടേജിൻ്റെ സോഴ്സാണ്. വോൾട്ടേജ് എന്താ പറയുക, തരുന്ന സംഭവമാണ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നതാണ്, എ 2-terminal ഡിവൈസ് വിച്ച് ക്യാൻ മെയിൻറ്റെയിൻ എ ഫിക്സഡ് വോൾട്ടേജ്. അതായത് നമുക്ക് എന്താണ്, 2 ടെർമിനലുള്ളൊരു ഡിവൈസ്. നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്യുമല്ലോ, സെല്ലൊക്കെ മെൻഷൻ ചെയ്ത ഒരു പോസിറ്റീവ് ടെർമിനൽ ഒരു നെഗറ്റീവ് ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ടെർമിനലുള്ള ഒരു ഡിവൈസ് എന്താണ്, വിച്ച് പ്രൊവൈഡ്സ് എ ഫിക്സഡ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വോൾട്ടേജ് തന്നെ തരുന്ന ഒരു സോഴ്സിനെയാണ് നമുക്ക് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാൻ പറ്റുക. ഈ വോൾട്ടേജ് സോഴ്സ് തന്നെ 2 ടൈപ്പ് നമുക്ക് പറയാം. ഒന്ന് തിയറട്ടിക്കലി നമുക്ക് പറയുമ്പോഴത്തേക്കും ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം. ഈ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോഡ്, നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക സോഴ്സിൻ്റെ അവിടെ നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴാണല്ലോ നമ്മുടെ ഈ എന്താ പറയുക കാര്യങ്ങൾ, നമ്മുടെ സർക്യൂട്ട് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജനറേറ്റർ ആണെങ്കിലും ശരി, മോട്ടർ ആണെങ്കിലും ശരി, ഈവൻ നമ്മുടെ ലൈറ്റ് ബൾബ് ആണെങ്കിലും ഫാൻ ആയിരുന്നാലും ശരി, എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു എന്താ പറയുക ഈ ഫാൻ അല്ലെങ്കിൽ ലൈറ്റ് നമ്മൾ ഇടുക, കത്തിക്കുക, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് അവിടെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സോഴ്സിനൊരു ലോഡാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ലോഡാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ലോഡ് വരുന്നതിനനുസരിച്ചിട്ട് ഒരു വേരിയേഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജിന് ഒരു വേരിയേഷനും സംഭവിക്കാത്ത ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയാം.
അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ ഇതിൽ പോസിബിൾ അല്ല. ഇപ്പം ഒരു ഐഡിയൽ കണ്ടീഷൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ പറയത്തില്ല. സോ ഒരിക്കലും നമ്മുടെ ഈ പറയുന്ന പോലെ എൻവയോൺമെൻറ്റിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഐഡിയൽ കണ്ടീഷൻ പോസിബിൾ അല്ല. സോ ഇതൊരു തിയറട്ടിക്കൽ അപ്രോച്ചാണ്. അതായത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തടസ്സവും കൂടാതെ ലോഡിലോ അല്ലെങ്കിൽ കറണ്ട് ഡ്രോയിങ്ങിലോ എന്ത് വേരിയേഷൻ വന്നാൽ പോലും ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ വോൾട്ടേജ് ആദ്യം പറഞ്ഞ വോൾട്ടേജ് ഇപ്പോൾ 5 വോൾട്ടെങ്കിൽ 5 വോൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേര് തന്നെ ഉണ്ട്, പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് കുറച്ച് ലോസ് ഒക്കെ സംഭവിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ടും നമുക്കെന്താ കൊടുക്കുന്ന വോൾട്ടേജ് ഫുള്ള് നമുക്ക് ഔട്ട്പുട്ട് വരത്തില്ല. അതായത് നമ്മൾ കൊടുക്കുന്നതിനെ സോഴ്സ് വോൾട്ടേജ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഐഡിയലിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്ക് എന്താ, സോഴ്സ് വോൾട്ടേജും നമ്മൾ ലോഡ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 ടെർമിനലിന് അക്രോസ് ആയിരിക്കും നമ്മൾ ലോഡ് കണക്ട് ചെയ്യുക. ഓക്കെ, ആ ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിട്ട് നമുക്ക് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയാം. സോ ഈ ടെർമിനൽ വോൾട്ടേജും സോഴ്സ് വോൾട്ടേജും സെയിം തന്നെ ആയിരിക്കും ഐഡിയൽ കേസ് വരുമ്പോൾ. അതേസമയം പ്രാക്ടിക്കൽ കേസ് എടുക്കുമ്പോഴത്തേക്ക് എന്താ, വോൾട്ടേജ് സോഴ്സും അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് വോൾട്ടേജ് സോഴ്സ് അല്ല, സോഴ്സ് വോൾട്ടേജും ടെർമിനൽ വോൾട്ടേജും വ്യത്യാസം ഉണ്ടാകും. അതായത് ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും സോഴ്സ് വോൾട്ടേജിനെ കാട്ടിയും ചെറുതായിരിക്കും, അല്ലെങ്കിൽ വാല്യൂ കുറവായിരിക്കും. കാരണം എന്താ, നമുക്ക് കുറച്ച് ലോസ് അവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സും പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സും. ഇനി അതിൻ്റെ ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. An ideal voltage source maintains the fixed voltage independent of the load resistance or output current drawn. നേരത്തെ പറഞ്ഞ കാര്യം. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് വിൽ ബി 0 ഓം. ഓക്കെ, ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 0 ഓം ആയിരിക്കും. ജസ്റ്റ് ആ ഒരു തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൈലൊന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഹോൾഡ് ദാറ്റ് തോട്ട്. ഓക്കെ, നമുക്ക് അടുത്ത് പറഞ്ഞിട്ട് അതിലോട്ട് പോകാം. Terminal voltage of a practical voltage source will decrease with current due to internal resistance. അതായത് നമുക്ക് അവിടെ ഒരു ഡ്രോപ്പ് സംഭവിക്കുന്നു. അതായത് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിൽ നമുക്കൊരു ഡ്രോപ്പ് സംഭവിക്കുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്ന സോഴ്സ് വോൾട്ടേജ് മൊത്തം നമുക്ക് ടെർമിനലിന് അക്രോസ് കിട്ടുന്നില്ല ലോഡ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും. അവിടെ നടക്കുന്ന ആ ലോസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് അവിടെ നടക്കുന്നത് എന്താണ്, ഇൻറ്റേർണലി ഉള്ള കുറച്ചൊരു ട്രാഫിക് ബ്ലോക്കാണ്. എന്താണ്, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും, അതുപോലൊരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ സംഭവിക്കും. അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കുന്ന അത്രയും വോൾട്ടേജ് നമുക്ക് എൻഡിൽ കിട്ടാത്തത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ആ 0 ആയിട്ടുള്ള കാര്യം, അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് അത് നമുക്ക് വരച്ചാൽ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ വോൾട്ടേജ് സോഴ്സ് എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിൻ്റെ 2 ടെർമിനലിന് അക്രോസ് നമ്മളൊരു ലോഡ് കണക്ട് ചെയ്തു, RL എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇത് നമുക്കൊരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ചേഞ്ച് ചെയ്യുന്നേ ഇല്ല ഐഡിയൽ കേസിൽ. ഓക്കെ, ഇതേ സമയം എന്താണ്, നമ്മുടെ ഐഡിയൽ അല്ലാത്ത നമ്മുടെ പ്രാക്ടിക്കൽ കേസ് വരുമ്പോഴത്തേക്കും വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് വന്നു, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അത് കണക്ട് ചെയ്യുന്ന ഇക്വലൻ്റ് ആയിട്ടായിരിക്കും അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ ക്രോസ് നമ്മൾ RL കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയാണ് നമുക്ക് ആ ഡ്രോപ്പ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ VS-ഉം ഇത് VT-യും ആണ് ഇതിന് അക്രോസ് വരുന്നത്. സോ ഫസ്റ്റ് കേസിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, VS = VT ആയിരിക്കും ഐഡിയൽ കേസ് വരുമ്പോൾ. ഇതിലെന്താ, VS വിൽ ബി ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ VS വിൽ ബി ഗ്രേറ്റർ ദാൻ VT, ഓർ VT വിൽ ഓൾവേസ് ബി ലെസ് ദാൻ VS ആയിരിക്കും ഇവിടെ സംഭവിക്കുക. ലോസ് നമുക്ക് നടക്കുന്നുണ്ട്, ഡ്രോപ്പ് നടക്കുന്നുണ്ട്. ആ ഡ്രോപ്പ് എവിടെ നടക്കുന്നു, ഇൻറ്റേർണൽ റെസിസ്റ്റൻസിലാണ് ആ ഡ്രോപ്പ് സംഭവിക്കുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞല്ലോ ആ കാര്യം, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് വിൽ ബി 0. അതെങ്ങനെ വന്നു, ഇപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണെന്ന് വയ്ക്കുക, ഇതിനൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രോപ്പ് നടക്കാൻ പാടില്ല. അപ്പോൾ ഡ്രോപ്പ് നടക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ. ആ വാല്യൂ എന്തായാലായിരിക്കും നമുക്കവിടെ ഡ്രോപ്പ് നടക്കാതിരിക്കുക. ആ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ മാത്രമേ നമുക്കവിടെ ഡ്രോപ്പ് നടക്കാതിരിക്കുകയുള്ളൂ.
സോ ഈ ആർ ഇൻറ്റ് എന്ന് പറയുന്ന വാല്യൂ, ആർ ഇൻറ്റേർണൽ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വാല്യൂ 0 ആകുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് കറണ്ട് സോഴ്സിലും വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് പോകുമ്പോൾ നോക്കാം. അടുത്ത് കറണ്ട് സോഴ്സ്. നേരത്തെ നമ്മൾ 2 ടെർമിനൽ ഡിവൈസ് സപ്ലൈയിങ് ഫിക്സഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു, ഏതാ വോൾട്ടേജ് സോഴ്സിൻ്റെ കാര്യത്തിൽ. അതുപോലെ കറണ്ട് സോഴ്സിൽ വരുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ഡെലിവേഴ്സ് ഓർ അബ്സോർബ്സ് ഇലക്ട്രിക് കറണ്ട് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കണക്റ്റഡ് ലോഡ് ഓർ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. അതായത് നമുക്ക് എക്രോസ് കണക്ട് ചെയ്തിട്ടുള്ള ലോഡിനെയോ അതില്ലെങ്കിൽ അതിന് എക്രോസ് ഉള്ള ടെർമിനൽ വോൾട്ടേജിനെയോ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എത്രയാണോ ആ സോഴ്സ് വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്ര കറണ്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 5 ആംപിയർ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് അത് 5 ആംപിയർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. സോ അത് എസ്പെഷ്യലി ഒരു നേരത്തെ പറഞ്ഞല്ലോ ഐഡിയ 2 കേസ് ഇതിലും വരുന്നുണ്ട്, ഐഡിയലും പ്രാക്ടിക്കലും വരുന്നുണ്ട്. സോ എസ്പെഷ്യലി ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ത്രൂ ഔട്ട് എന്ത് വേരിയേഷൻ വന്നാലും, ലോഡിലാണെങ്കിലും ശരി ഇനി വോൾട്ടേജിലാണെങ്കിലും ശരി, എന്ത് വേരിയേഷൻ വന്നിരുന്നാലും ശരി നമുക്ക് കിട്ടുന്ന കറണ്ട് ആ ആദ്യമേ തരുന്ന കറണ്ട് തന്നെ ആയിരിക്കും. 5 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ 5 ആംപിയർ തന്നെ നമുക്ക് ത്രൂ ഔട്ട് കിട്ടും. സോ അതാണ് ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതുപോലെ ഇനി പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൻ്റെ വരുമ്പോൾ എന്താ, നേരത്തെ നമ്മൾ വോൾട്ടേജ് സോഴ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ലോസ് നമുക്ക് സംഭവിക്കും. അതായത് നമുക്ക് 5 ആംപിയർ കിട്ടേണ്ടിടത്ത് 5 ആംപിയർ കിട്ടിയെന്ന് വരില്ല, കുറച്ച് ലോസ് പോലെ വരും. ചിലപ്പോൾ നമുക്ക് 4.5 ആംപിയർ ആയിരിക്കും കിട്ടുക. അതിനനുസരിച്ച് ഇപ്പോൾ ഇനി വോൾട്ടേജും റെസിസ്റ്റീവ് ലോഡൊക്കെ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ കുറച്ചും കൂടെ ചിലപ്പോൾ വേരിയേഷനൊക്കെ വന്നേക്കാം. ഇതിനാണ് എന്താ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സും നമുക്ക് നേരത്തെ പോലെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം, അപ്പോഴും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവിടെ ഇതുപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ചെറിയൊരു വള്ളിക്കെട്ട് അവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് നോക്കണം. അതാണ് ചിലപ്പോൾ ഈ പറയുന്ന 2 പോയിന്റ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാലേ, കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഷോർട്ട് നോട്ട്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് ആണ്, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് മാർക്ക് കിട്ടുന്ന കാര്യങ്ങളായി മാറും. നമ്മൾ ചിലപ്പോൾ വെറുതെ വിട്ട് കളയുന്നതിനെക്കാട്ടിയും ഇതൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് സോഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കറണ്ട് സോഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പോലെ വോൾട്ടേജ് സോഴ്സിൻ്റെ പോലെ എക്രോസ് ആയിട്ട് നമ്മൾ ഒരു ലോഡ് കൊടുത്തു. ഓക്കെ, ഇതിനെക്രോസ് പോകുന്ന കറണ്ടിന് നമ്മൾ IS എന്ന് കൊടുത്തു. സോ ഇതിൽ എന്ത് വേരിയേഷൻ വരുത്തിയാലും ഇതിൻ്റെ സോഴ്സ് കറണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ടെർമിനൽ അക്രോസ് കിട്ടുന്ന കറണ്ട്, അതിനൊരു വേരിയേഷൻ സംഭവിക്കുന്നില്ല. സോ ഐഡിയൽ കറണ്ട് സോഴ്സ്. ഇനി നമ്മുടെ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് വരുമ്പോഴത്തേക്ക് എന്താ, അത് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് അതിന് അക്രോസ് ആയിട്ട് പാരലലി ഒരു എന്താ പറയുക, ഈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതിന് ഇക്വലൻ്റ് ആയിട്ടായിരിക്കും ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ എന്തുകൊണ്ട് പാരലലി കണക്റ്റഡ്? നമ്മൾ വോൾട്ടേജ് സോഴ്സിൽ സീരീസ് കണക്റ്റഡ് ആയിട്ട് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് പറഞ്ഞത്. അത് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ചിന്തിക്കാം, എന്താണ് നമ്മൾ സീരീസ് കണക്റ്റഡിലും പാരലൽ കണക്റ്റഡിലും പറഞ്ഞു. ഒരു സീരീസ് സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇൻ ആൻഡ് ഔട്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ആണ് അവിടെ മാറുന്നത്, ഡ്രോപ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ നിന്ന് പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിലോട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലോസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റീവ് കമ്പോണൻറ്റ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലേ നമുക്ക് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് നടക്കുകയുള്ളൂ. പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജിന് അവിടെ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മളവിടെ വോൾട്ടേജിൻ്റെ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ആ സർക്യൂട്ടിന് സീരീസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റർ കൊടുത്തത്. ഇവിടെ അതേപോലെ എന്താണ്, കറണ്ടാണ് നമുക്ക്. ഇപ്പോൾ കറണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻ വരണം, കുറവ് വരണമെന്നുണ്ടെങ്കിൽ എന്താ, അത് വേറെ പാത്തിൽ കൂടെ പോകണം. നമുക്ക് വേറൊരു പാത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ എന്തെങ്കിലും കുറവ് വരത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒറ്റ പാത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന കറണ്ട് ഫുൾ അത് കൂടെ തന്നെ പോവാം, വേറെ വഴിയൊന്നുമില്ല, അത് വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നമ്മൾ ഈ സീരീസ് ആയിട്ട് എന്തെങ്കിലും റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ പാരലലി ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അത് ഒരു അഡീഷണൽ പാത്തായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇൻറ്റേർണലി ഒരു പാരലൽ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതായിട്ടായിരിക്കും എപ്പോഴും ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് വർക്ക് ചെയ്യുക. സോ ഒരു എന്താണ് R അതിന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അതിന് അക്രോസ് ഉള്ള കറണ്ട് IS ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ വരുമ്പോഴത്തേക്ക് അത് സ്പ്ലിറ്റ് ചെയ്യും. ഇത് IT അല്ലെങ്കിൽ IL എന്നുള്ള ലോഡ് കറണ്ട് ആയിട്ടും
ഇവിടെ നിന്ന് താഴോട്ട്, അതായത് നമ്മുടെ ഇൻറ്റേർണൽ ലോസ് വരുന്ന സ്ഥലത്ത് ഐ ഇൻറ്റ് എന്നുള്ള രീതിയിൽ എന്താണ് ഒരു ഇൻറ്റേർണൽ കറണ്ടായിട്ട് അത് നമുക്ക് ലോസാണ് അവിടെ സംഭവിക്കുന്നത്. സോ ഇതിൽ ഐ എസ് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഐ എസ് വിൽ ബി ഈക്വൽ ടു ഐ എൽ ആയിരിക്കും. അതായത് ഈ ടെർമിനൽ അക്രോസ് ഉള്ള അല്ലെങ്കിൽ ലോഡിന് അക്രോസ് ഉള്ള കറണ്ട് സെയിം ആയിരിക്കും, ഒരു വേരിയേഷൻ വരത്തില്ല. അതേസമയം ഒരു പ്രാക്ടിക്കൽ സോഴ്സ് വരുമ്പോഴത്തേക്ക് എന്താണ്, ഐ എസ് വിൽ ബി ഈക്വൽ ടു എന്താണ് ഐ എൽ പ്ലസ് ഐ ഇൻറ്റ് ആയിരിക്കും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഐ എസ് ആവുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ലോസ് വരുന്ന പോർഷൻ ആ ഇൻറ്റേർണലി കണക്റ്റഡ് ആയിട്ടുള്ള പാരലലി കണക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്ററിലായിരിക്കും ലോസ് നടക്കുക. ഇനി നേരത്തെ അവിടെ 0 ഓമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ഒരു കാര്യമുണ്ട്. എന്താണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് ഈസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് എങ്ങനെ വരും? നമ്മൾ പറഞ്ഞു പാരലലി കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ള ഒരു എന്താ പറയുക റെസിസ്റ്ററിന് അക്രോസ് ആയിരിക്കും ലീസ്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞു. 2 പാരൽ പാത്ത് ഉണ്ട്. ഒരു പാത്തിൽ കൂടെ റെസിസ്റ്റൻസ് വളരെ കുറവും, മറ്റേ പാത്തിൽ കൂടെ ഭയങ്കരമായിട്ടുള്ള വലിയ റെസിസ്റ്റൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് കറണ്ട് വളരെ കുറച്ചേ പോകത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇൻറ്റേർണലി കണക്റ്റഡ് ആയിട്ടുള്ള പാരലലി കണക്റ്റഡ് ആയിട്ടുള്ള ആ റെസിസ്റ്റർ വാല്യൂ വളരെ വലിയ വാല്യൂ വന്നാൽ മാത്രമേ നമുക്ക് ഫുൾ കറണ്ട് ഇപ്പുറത്തോട് കിട്ടുള്ളൂ. പക്ഷേ വളരെ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ 10, 100, 1000 ഓമോ വെച്ചാലും ഒരു ചെറിയ എമൗണ്ട് കറണ്ട് അതുവഴി നമുക്ക് ലോസ് നമുക്ക് സംഭവിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായാലാണ് ഒരു പാരലലി കണക്റ്റഡ് കറണ്ട് സോഴ്സ് എന്താണ് ഐഡിയൽ കറണ്ട് സോഴ്സ് ആയിട്ട് പാരലലി എന്ത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ എന്ത് വാല്യൂ വരുമ്പോഴാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ഈ ഐഡിയൽ കറണ്ട് സോഴ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഐഡിയൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാരലലി കണക്റ്റഡ് ആ ബ്രാഞ്ചിലൂടെ അല്ലെങ്കിൽ ആ പാത്തിലൂടെ കറണ്ടേ പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ മറ്റേതിൽ 0 പറഞ്ഞതുപോലെ ഇതിലെന്താണ് ഇൻഫിനിറ്റ് വാല്യൂ ആയിരിക്കണം. അതായത് ഭയങ്കര വലിയ വാല്യൂ, കറണ്ട് പോകാനേ പറ്റത്തില്ല. അതായത് ആ റോഡേ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു റോഡ് ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ഒരു റോഡേ ഇല്ല, അവിടെ പാലം പൊളിച്ചിട്ടേക്കണം, അതായത് നമുക്ക് പോകാൻ പറ്റില്ല. അതൊരു ഷോർട്ട് സർക്യൂട്ട് അല്ല, ഓപ്പൺ സർക്യൂട്ട് പോലെ ആയിരിക്കണം. ഒരു ഓപ്പൺ സർക്യൂട്ടിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫിനിറ്റ് ആയിട്ടാണ് എപ്പോഴും പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ക്ലോസ് സർക്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, ക്ലോസ് സർക്യൂട്ട് ഇവിടെ നിന്ന് കയറി അപ്പുറത്ത് വന്ന് പോസിറ്റീവ് ടേമിൽ നിന്ന് കറണ്ട് കയറി ഈ സർക്യൂട്ട് വഴി പാസ് ചെയ്ത് നെഗറ്റീവ് ടേമിൽ വന്ന് കയറുന്നു. അപ്പോഴാണ് ഒരു ഫ്ലോ നടക്കുന്നത്, ക്ലോസ് സർക്യൂട്ട് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഓപ്പൺ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓപ്പൺ സർക്യൂട്ട് വരുമ്പോൾ ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന 2 പോയിന്റ് ഉണ്ടല്ലോ, അതിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ആയിരിക്കും. കാരണം അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ വഴി പൊളിച്ചിട്ടേക്കുന്ന പോലെയാണ്. കാരണം പാലമണി നടക്കുന്ന പോലെ അതുവഴി ഒന്നും പോകാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതാണ് ഈ എന്താ പറയുക ഓപ്പൺ സർക്യൂട്ട് നടക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയിരിക്കും. ഇതുപോലെയാണ് മറ്റേ വോൾട്ടേജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ അവിടെ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യാത്തത് പോലെയാണ്. അതായത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. സോ ഓൾവേസ് ഇൻ എ ഷോർട്ട് സർക്യൂട്ട് ദ റെസിസ്റ്റൻസ് വിൽ ബി 0 ohm ആൻഡ് ഇൻ ആൻ ഓപ്പൺ സർക്യൂട്ട് ദ റെസിസ്റ്റൻസ് വിൽ ബി ഇൻഫിനിറ്റി. സോ അപ്പോൾ ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫുൾ കറണ്ട് അപ്പുറത്തൂടെ പോകത്തുള്ളൂ. സോ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ റെസിസ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവണം എന്ന് പറയുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ അപ്പുറത്തോട്ട് ഡെലിവർ ആവത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കറണ്ട് സോഴ്സിൻ്റെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ. ഇനി ഇതിനനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് ഡിവിഷൻ റൂളും കറണ്ട് ഡിവിഷൻ റൂളുമാണ് നമുക്ക് വരുന്നത്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീരീസിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മുടെ ഒരു സീരീസ് കണക്റ്റഡ് റെസിസ്റ്റേഴ്സിൻ്റെ ഒരു സർക്യൂട്ടിന് ഇക്വലൻ്റ് തന്നെയാണ്. വേറൊന്നുമല്ല, അതിൽ പറയുന്നത് എന്താ, വോൾട്ടേജ് ഡ്രോപ്പ് നടക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഈ ഡ്രോപ്പ് നടക്കുന്നത് എന്തിനടിസ്ഥാനമായിട്ടാണ് അല്ലെങ്കിൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഈ ഡ്രോപ്പ് നടക്കുന്നത്, അതുപോലെ ഈ ഡ്രോപ്പ് നടക്കുമ്പോൾ എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നു ഓരോന്നിലും, അതിൻ്റെ കോൺസെപ്റ്റാണ് പറയുന്നത്. അതായത് വേറൊന്നുമില്ല, നമ്മുടെ ആ ഒരു വോൾട്ടേജിൻ്റെ ഡിവിഷൻ ഒരു സർക്യൂട്ടിൽ നടക്കുന്നത്, ആ ഡിവിഷൻ നടക്കുന്ന എപ്പോഴും ആ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഏത് റെസിസ്റ്ററിനെയാണോ കൺസിഡർ ചെയ്യുന്നത് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഡ്രോപ്പ് അവിടെ സംഭവിക്കുക. ഓക്കെ, അതായത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ സീരീസ് റെസിസ്റ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ആ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏത് റെസിസ്റ്ററിനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന് അക്രോസുള്ള ഡ്രോപ്പാണ് കൺസിഡർ ചെയ്യുന്നത്, ആ റെസിസ്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അത് നമ്മൾ ഇക്വേഷൻ ഈ ഒരു സർക്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന് സീരീസ് ആയിട്ട് നമ്മൾ R1 R2 എന്ന് പറഞ്ഞ് 2 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V ആണ്. ഇതിൻ്റെ V എന്ന് പറഞ്ഞാൽ V1ൻ്റെയും V2ൻ്റെയും സം ആയിരിക്കും എപ്പോഴും V എന്ന് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി V1 V2 നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതെപ്പോഴും എന്താണ്,
നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നിറ്റ്യൂഡിന് R1ൻ്റെ V1ൻ്റെ വാല്യൂ R1ൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, V2ൻ്റെ വാല്യൂ R2ൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ അതാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. എന്താണ്? V1 വിൽ ബി ഈക്വൽ ടു R1 ബൈ R1 പ്ലസ് R2 ഇൻറ്റു V ആൻഡ് V2 വിൽ ബി ഈക്വൽ ടു R2 ഇൻറ്റു V ബൈ R1 പ്ലസ് R2. ഓക്കെ, സോ എങ്ങനെ ഇക്വേഷൻ വന്നതെന്നുള്ളത് നമുക്കറിയാം. V1 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? I ഇൻറ്റു R1. I എന്ന് പറയുമ്പോഴത്തേക്കും VS ബൈ R ഇക്വാലൻ്റ് ആയിരിക്കും, R ഇക്വാലൻ്റ് ഇൻറ്റു R1. ഓക്കെ, ഇനി VS ചേഞ്ച് ഒന്നും ഇല്ല, സോഴ്സ് വോൾട്ടേജ് ആണ്. R ഇക്വാലൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? R1 പ്ലസ് R2 ഓക്കെ ഇൻറ്റു R1. ഇത് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. VSന് പകരം V എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഇതുപോലെ തന്നെയാണ് V2ൻ്റെ കാര്യം വരുന്നത്. എന്താണ്? I ഇൻറ്റു R2. അതിന് ഐയെ നമ്മൾ V ബൈ R ഇക്വാലൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ അതുപോലെ കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താണ്? R2 ബൈ R1 പ്ലസ് R2 ഇൻറ്റു V എന്നുള്ള രീതിയിൽ വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ആ വോൾട്ടേജ് ഡിവിഷൻ റൂളിലേക്ക് എത്തുന്നത്. സോ ഇതുപോലെ തന്നെയാണ് നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ വരുന്നത്. കറണ്ട് ഡിവിഷൻ എന്താ? പാരലലി കണക്റ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ എങ്ങനെയാണ് കറണ്ട് ഡിവൈഡായി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ല, ഇതിൽ നമ്മുടെ ഈ സീരീസ്ലി കണക്റ്റഡിൽ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ അതാത് റെസിസ്റ്റേഴ്സിൻ്റെ ഓരോ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാത് റെസിസ്റ്ററിനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ പറഞ്ഞു. ഇതിലും കറണ്ട് അക്രോസ് എ പാരലലി കണക്റ്റഡ് റെസിസ്റ്റർ will depend on that particular resistance itself, but it will be inversely proportional. അതായത് അതിൻ്റെ വാല്യൂവിനെ ഡയറക്റ്റായിട്ട് അത് എഫക്റ്റ് ചെയ്യില്ല, അത് കൂടുന്നതിനനുസരിച്ച്. കാരണം നമുക്കറിയാം എന്താണ്, കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളിടത്ത് കറണ്ട് കുറയും, റെസിസ്റ്റൻസ് കുറയുന്നിടത്തേ കറണ്ട് കൂടത്തുള്ളൂ. സോ എപ്പോഴും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചിട്ടാണ് കറണ്ട് കൂടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. കറണ്ട് അക്രോസ് എ പാരലൽ റെസിസ്റ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഈ ഒരു സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ R1 R2 പാരലലി കണക്റ്റഡ് ആണ്, വോൾട്ടേജിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. I ഇവിടെ വരുന്നു, സ്പ്ലിറ്റ് ആയിട്ട് I1 I2 ആയിട്ട് പോകുന്നു. സോ I വിൽ ബി ഈക്വൽ ടു I1 പ്ലസ് I2. ഇനി എന്താണ്? നമുക്ക് I1 ഉം I2 ആണ് സെപ്പറേറ്റ് ചെയ്ത് കാണേണ്ടത്. അപ്പോൾ I1 എന്ന് പറയുമ്പോഴത്തേക്കും I1 വിൽ ബി ഈക്വൽ ടു എന്താണ്? V ബൈ R1. ഓക്കെ, സോ V എന്ന് പറയുമ്പോഴത്തേക്കും I ഇൻറ്റു R ഇക്വാലൻ്റ്. സോ I ഇൻറ്റു R ഇക്വാലൻ്റ് ബൈ R1. അതാണ് നമ്മളവിടെ ആ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്, I ഇൻറ്റു R ഇക്വാലൻ്റ് ബൈ R1. സിമിലർലി I2 വിൽ ബി ഈക്വൽ ടു V ബൈ R2 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? I ബൈ R ഇക്വാലൻ്റ് ബൈ R2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആ രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓംസ് ലോയിൽ നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. അതിൽ നമ്മളൊരു ക്യാച്ച് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ ആ ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം, ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ വേരിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വേരി ചെയ്യും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കൂടും. അതുപോലെ സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറയാണ്. ഓക്കെ, സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ അതിൻ്റെ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. RT എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് നമുക്ക് കാണാനുണ്ടെന്ന് വയ്ക്കാം. ഇപ്പോൾ 25 ഡിഗ്രിയിൽ ഒരു കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കാണണം. ഇത്ര ലെങ്ത്തും വിഡ്ത്തൊക്കെയുള്ള ഒരു കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. അത് അതിൻ്റെ 25 ഡിഗ്രിയിലുള്ള അതിൻ്റെ എന്താ പറയുക റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് അറിയണം. സോ 25 നമുക്ക് ഈ T ആയിട്ട് എടുക്കാം. ഓക്കെ, സോ R25 വിൽ ബി ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു T മൈനസ് T0. ഓക്കെ, ഇതിൽ R0 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് വാല്യൂ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ടെമ്പറേച്ചർ പറയുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് എടുക്കുകയാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R0 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ കോപ്പർ വയറിൻ്റെ എന്താണ് റെസിസ്റ്റൻസ് ആയിരിക്കും.
ഓക്കെ, അതേ ഇൻറ്റു എന്താണ് 1 + ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ടി മൈനസ് ടി സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രത്തോളം ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ആ പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ എന്താ പറയുക ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ എത്രത്തോളം മാറും, ഒരു മെറ്റീരിയലിൻ്റെ എന്താ പറയുക റെസിസ്റ്റൻസ് എത്രത്തോളം മാറുന്നു എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ആൽഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ R0 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് റെഫറൻസ് ടെമ്പറേച്ചർ. നമ്മൾ യൂസ് ചെയ്യുന്ന കേസിൽ മിക്കവാറും നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടായിരിക്കും അതെടുക്കുക. RT will be the resistance at T degree Celsius, and T0 will be the reference temperature, and T will be the temperature at hand, and alpha will be the temperature coefficient of resistance. Okay, ഇനി temperature coefficient of resistance ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് പറയാം. Temperature coefficient of resistance is the change in resistance per degree Celsius expressed as a fraction of resistance at reference temperature. Okay, എന്താണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ്, അതാണ് RT മൈനസ് R0 എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ വരുന്നത് നമുക്ക് നമ്മുടെ RT = R0 × 1 + ആൽഫ ടി മൈനസ് ടി സീറോ എന്നുള്ള ഇക്വേഷനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാനിപ്പുലേറ്റ് അല്ല റീഅറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുന്നത്. സോ അതിൽ RT മൈനസ് R0 / R0 × ടി മൈനസ് ടി സീറോ. നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും വരുന്നത്, ആണ് ടി മൈനസ് ടി സീറോ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്. RT മൈനസ് R0 ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അതിനെ ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് RT മൈനസ് R0 / R0 എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ ഫ്രാക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് ആയി അറ്റ് റെഫറൻസ് ടെമ്പറേച്ചർ, ഏതെങ്കിലും ഒരു റെഫറൻസ് പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മളിത് പറയുന്നത്, അതാണ് 0 എന്ന് പറയുന്നത്. സോ ആ വാല്യൂ ആണ് എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ വോൾട്ടേജ് ഡിവിഷൻ ആണെങ്കിലും കറണ്ട് ഡിവിഷൻ ആണെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽസ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, നേരത്തെ പറഞ്ഞു എന്താ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടും. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ആൽഫ പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതും കൂടുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, നേരത്തെ പറഞ്ഞു എന്താണ് കുറയും, സെമി കണ്ടക്ടേഴ്സിന് മാത്രമല്ല ഇൻസുലേറ്റേഴ്സിനും കുറയും. സോ അത് നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറയും, അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് നെഗറ്റീവ് ആണെന്ന് പറയും. അതേസമയം കണ്ടക്ടേഴ്സ് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മുടെ ഈ തിയറി സെഷനിൽ ഇതുവരെ ഉള്ളതിൽ നമ്മൾ കൺക്ലൂസീവായിട്ട് വരുന്ന പോർഷൻ, അതായത് റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിംഗ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് ചോദിക്കാറുള്ളതാണ്. ഞാൻ ക്ലാസ് തുടങ്ങിയ ടൈമിന് പറഞ്ഞു, നമ്മളൊരു റെസിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റെസിസ്റ്റർ എടുക്കുമ്പോഴത്തേക്കും നോക്കിയിട്ട് വാല്യൂ പറയാനൊക്കെ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ചേട്ടന്മാരോ സാറുമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ സാറുമാരും പറഞ്ഞിട്ടുണ്ടാകും, ക്ലാസ് എടുക്കുന്നവരും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇതിപ്പോൾ ഒരു 4 ബാൻഡുള്ള ഒരു റെസിസ്റ്ററാണ്. അപ്പോൾ 4 ബാൻഡുള്ള റെസിസ്റ്റർ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് എൻഡിൽ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഇത് കളർ കോഡഡ് ആയിരിക്കും, ഓരോ കളറിലായിരിക്കും. ഓക്കെ, ഈ ബാൻഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ബാൻഡ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. സെക്കൻഡ് ബാൻഡിൻ്റെ കളർ നിശ്ചയിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് വാല്യൂ ആയിരിക്കും. അതിൻ്റെ മൂന്നാമത്തെ ബാൻഡ്, തേർഡ് ബാൻഡ് അതിൻ്റെ കളർ ഡിസൈഡ് ചെയ്യുന്ന മൾട്ടിപ്ലയർ ആയിരിക്കും. അതായത് 10⁻⁴ എത്ര എന്നുള്ളത്, 10⁻1 ആണോ 2 ആണോ അപ് ടു 8 or 9 നമുക്കുണ്ട്, അതല്ലെങ്കിൽ ഇനി -1 ആണോ -2 ആണോ എന്നുള്ളതൊക്കെയാണ് ഈ മൾട്ടിപ്ലയർ ബാൻഡ് സൂചിപ്പിക്കുക. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ബാൻഡ്, അത് ചിലതിൽ ബാൻഡ് ഉണ്ടാവണമെന്നില്ല, ചിലതിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കളർ ഉണ്ടാവും, 2 കളേഴ്സേ ഉണ്ടാകത്തുള്ളൂ. റെയർ കേസസിൽ നമുക്ക് ചില കളേഴ്സും കൂടെ വരാറുണ്ട്. പക്ഷെ നമ്മൾ ജനറലി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് പറയുന്നത് എന്താണ്, 2 കളറേ കാണാറുള്ളൂ അല്ലെങ്കിൽ കാണത്തില്ല എന്ന് പറയും. അത് ടോളറൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് എത്രത്തോളം നമുക്ക് വേരിയേഷൻ വരാം, ഒരു 0 എറർ പോലെ നമുക്ക് എത്രത്തോളം വേരിയേഷൻ ആവാം,
അല്ലെങ്കിൽ എത്രയ്ക്കും ഇടയിൽ അത് നിൽക്കാം, നമ്മുടെ ഫൈനൽ റെസിസ്റ്റൻസ് ഏത് റേഞ്ചിൽ നിൽക്കുമെന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 2 കളറാണ് നമ്മൾ കൂടുതൽ പറയുന്നത്, ഗോൾഡും സിൽവറുമാണ് പറയുന്നത്, ഇല്ലെങ്കിൽ കളറില്ല എന്നുള്ള രീതി പറയും. ഗോൾഡ് ആണെങ്കിൽ 5%, സിൽവർ ആണെങ്കിൽ 10% ടോളറൻസ്, കളറില്ല എന്നുണ്ടെങ്കിൽ, ബാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ 20% ടോളറൻസ്. ഇതാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അത് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും, ആ റേഞ്ചിലായിരിക്കും നമ്മുടെ ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇത് ഒരു 4 ബാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. 5 ബാൻഡ് ഉണ്ട് നമുക്ക്. ഓക്കെ, 4 ബാൻഡ് മാത്രമല്ല, 5 ബാൻഡ് ഉണ്ട്, 3 ബാൻഡൊക്കെ ഉണ്ട്. ഓക്കെ, 5 ബാൻഡ് വരുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 4ാമത്തെ ബാൻഡിൻ്റെ കളറായിരിക്കും മൾട്ടിപ്ലയർ നിശ്ചയിക്കുക. അങ്ങനെ വരുമ്പം ആദ്യത്തെ 3 ബാൻഡിൻ്റെ കളർ നിശ്ചയിക്കുന്നത് ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്. എന്നിട്ട് 4ാമത്തെ ബാൻഡ് ആയിരിക്കും മൾട്ടിപ്ലയർ തീരുമാനിക്കുക. എന്നിട്ട് 5ാമത്തെ ബാൻഡ് വരുമ്പോൾ ടോളറൻസ് അത് ഡിസൈഡ് ചെയ്യും ഏതാണെന്നുള്ളത്. 6ാമത്തെ ബാൻഡ് വരുമ്പോഴത്തേക്കും അതിന് വ്യത്യാസമുണ്ട്. ഈ പറയുന്നത് പോലെ അതിലും ടോളറൻസ് വ്യത്യാസമുണ്ട്. നമുക്ക് അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. മാക്സിമം 4 ബാൻഡിൻ്റെ കാര്യമേ ആവശ്യമുള്ളൂ, അങ്ങനെ ചോദിക്കാറുള്ളൂ. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊന്നും അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. മാക്സിമം 3, 4, 5 ഈ 3 ബാൻഡിൻ്റെ കാര്യം നിങ്ങൾക്ക് പഠിക്കേണ്ടി വരത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കളർ കോഡിംഗ് എന്ന് പറയുന്നത്. ഇനി പണ്ട് നമ്മൾ കേട്ട് മറന്നൊരു പഴഞ്ചൊല്ല് പോലത്തെ ഒരു സംഭവമുണ്ട്, കളർ കോഡിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എന്താണ്, ബ്ലാക്ക് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, കളർ വാല്യൂ എന്ന് പറഞ്ഞാൽ 0, ബ്രൗണിൻ്റെ കളർ വാല്യൂ എന്ന് പറഞ്ഞാൽ 1, റെഡിൻ്റെ വാല്യൂ 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീന് 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. ഓക്കെ, ഗോൾഡിനും സിൽവറിനും ഒന്നും നമുക്ക് വാല്യൂ ഇട്ടിട്ടില്ല. ഇതേപോലെ മൾട്ടിപ്ലയർ വാല്യൂസ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാ വാല്യൂസും അതേപടി തന്നെ റീറ്റെയിൻ ചെയ്യും. എന്താണ്, മൾട്ടിപ്ലയർ വാല്യൂസും അത് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഗോൾഡും സിൽവറും വരുമ്പോഴത്തേക്കും മൾട്ടിപ്ലയർ വാല്യൂസ് -1ഉം -2, അതായത് 10⁻⁻1ഉം 10⁻2ഉം ആവും. അതുപോലെ ടോളറൻസ് വാല്യൂ ഞാൻ പറഞ്ഞല്ലോ, ചില കേസുകളിൽ മാത്രം ചില കളറുകൾക്ക് നമ്മൾ ടോളറൻസ് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രൗണ്, റെഡ്, ഗ്രീന്, ബ്ലൂ, വയലറ്റ്, ഗ്രേ. ഇത് നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊന്നും പറയാറില്ല. ഇത് ജസ്റ്റ് ഒരു ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി, ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ടോളറൻസ് കൂടുതൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ബേസിലായിരിക്കും നമ്മൾ പറയുക. ഓക്കെ, അത് 5ഉം 10ഉം ആണ്. കളർ ഇല്ല എന്നുണ്ടെങ്കിൽ ടോളറൻസ് +or-20 ആയിരിക്കും. ഓക്കെ, ഇനി ഇതൊരു നമ്മൾ പണ്ട് കേട്ട് പറഞ്ഞ പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത് എന്താണ്, ബ്ലാക്ക് ബ്രൗൺ ROY, റോയ്, ബ്ലാക്ക് ബ്രൗൺ റോയ് ഹാഡ് ബ്ലാക്ക് ബ്രൗൺ റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, GB, ഗ്രീൻ ബ്ലൂ, ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി, വയലറ്റിൻ്റെ V, വെരി ഗുഡ്, ഗ്രേഡ് G, ഗുഡ് വൈഫ്, W വൈഫ്. ഓക്കെ, ഇതാണ് നമ്മൾ BB റോയ്, ബ്ലാക്ക് ബ്രൗൺ റോയ് അല്ലെങ്കിൽ BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, ആ ഓർഡർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് BB റോയ്. അതിന് BB എന്ന് പറഞ്ഞാൽ രണ്ടും ബ്ലാക്കും ബ്രൗണും അങ്ങോട്ട് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ബ്രൗൺ എന്ന് പറയുന്നത്. ബ്ലാക്ക് ബ്രൗൺ റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാഡ് എ വെരി ഗുഡ് വൈഫ്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അതോടെ നമ്മുടെ കളർ കോഡിങ് കഴിഞ്ഞു. നമ്മുടെ ഫണ്ടമെൻ്റൽ ടോപ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടമെൻ്റലിൽ വരുന്നത് എന്താ പറയുക, ഈ നോഡ്, ഒരു സർക്യൂട്ടിൽ തന്നെ നമ്മൾ നോഡ്, ലൂപ്പ്, അതല്ലെങ്കിൽ പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ലോസ്, അതായത് കിർച്ചോഫ്സ് ലോസ് എന്ന് നമ്മൾ പഠിക്കും, KCL, KVL എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോർഷനുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെഷനാണ്. സോ അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.